Good afternoon. Good afternoon. Good afternoon. Okay. ഈ HA2-ലെ ആരാപ്പ കയറിയേക്കുന്നേ? ക്ലാസ്സിൽ ആരെങ്കിലും ജോയിൻ ചെയ്തിട്ടുണ്ടോ? HA2-ലെ നിമിഷ. നിമിഷ. ഓക്കെ. നിമിഷ മാത്രമേ ഉള്ളോ HA2-ലെ? നിമിഷ മാത്രമേ ഉള്ളോ? അഖില HA1-ലായിരുന്നോ? അഖില HA1-ലായിരുന്നോ? ഫസ്റ്റ് ബാച്ചിൽ ആയിരുന്നോ അഖില? അതെ, ഫസ്റ്റ് ബാച്ചിൽ. അനുഷയും ഫസ്റ്റ് ബാച്ച് ആയിരുന്നു അല്ലെ? ആണോ? അല്ല മിസ്, സെക്കൻഡ് ബാച്ച്. ഓക്കെ. മേഘ ഫസ്റ്റ് ബാച്ച് അല്ലേ? അതെ മിസ്. ഓക്കെ. നിങ്ങൾ കയറി കുഴപ്പമില്ല, നിങ്ങൾക്ക് അപ്പൊ റിവിഷൻ ചെയ്യാലോ. എന്തായാലും ഞങ്ങള് ക്ലാസ് കൊടുക്കണ്ട്, നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാട്ടോ. ഞാനിപ്പോ HA2-ലെ പുതിയതായിട്ടുള്ള ആരൊക്കെ കയറിയേക്കുന്നേ എന്നറിയാൻ വേണ്ടി ചോദിച്ചു എന്നുള്ളൂ. ഓക്കെ. നമ്മള് എവിടെയാണ്? നമ്മള് ടേബിൾ എഴുതി നിർത്തിയേക്കായിരുന്നു അല്ലെ? ടേബിൾ അല്ലേ എഴുതിയത് കഴിഞ്ഞ ക്ലാസ്സില്? അതെ. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ആ ടേബിൾ എഴുതി നിർത്തിയേക്കുമല്ലായിരുന്നോ? ബ്ലഡ് ഗ്രൂപ്പിന്റെ ഒക്കെ ആന്റിബോഡി എഴുതി മിസ്റ്റർ. എഴുതി. ഇടയ്ക്കൊന്ന് ചോദിക്കുന്നത് ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടി ആട്ടോ. വെച്ചാൽ കുറെ ബാച്ചുകൾ ഉള്ളതുകൊണ്ടേ നമുക്ക് എവിടെയാ സ്റ്റോപ്പ് ചെയ്തേന്ന്, അതുകൊണ്ട് നിങ്ങളോട് ഒന്ന് ക്ലിയർ ചെയ്തിട്ട് അവിടെ മുതലല്ലേ എന്നൊന്ന് ചോദിക്കുന്നത്. ഓക്കെ. നമ്മൾ ആ ഗ്രൂപ്പ് എഴുതി, അതിന്റെ ആന്റിജൻ എഴുതി, നെക്സ്റ്റ് ആന്റിബോഡി വരെ എഴുതിയത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ഇനി നമ്മള് നെക്സ്റ്റ് കോളത്തിലേക്ക് വരികയാണ്. എന്തായിരുന്നു അതിന്റെ ഹെഡിങ് നമ്മൾ കൊടുത്തേ? ഡോണേഴ്സ്. ഡോണേഴ്സ് അല്ലെ? ഡോണേഴ്സ്. ബ്ലഡ് ആർക്കൊക്കെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റും, ദാനം ചെയ്യാൻ കഴിയുന്നവര് ആരൊക്കെയാണെന്നുള്ളതാണ്. അപ്പൊ ഫസ്റ്റ് നമ്മൾ എടുക്കാം. അപ്പൊ അതിന് മുന്നേ ഒരു പോയിന്റ് അവിടെ നമ്മൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. നമ്മള് ഒരാൾക്ക് നമ്മള് ബ്ലഡ് കൊടുക്കുമ്പോൾ, ഞാനിപ്പോ എനിക്ക് ഒരാൾക്ക് ബ്ലഡ് കൊടുക്കണമെങ്കിൽ എനിക്ക് ഏതാണ് ആന്റിജൻ ഏതാന്ന് നോക്കണം. എന്റെ ബ്ലഡിലുള്ള ആന്റിജൻ ഉള്ളവർക്ക് മാത്രമേ, അതേ സെയിം ആന്റിജൻ ഉള്ളവർക്ക് മാത്രമേ ബ്ലഡ് കൊടുക്കാൻ കഴിയുള്ളൂ. അതാണ് ഒരു നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് കേട്ടോ. നമ്മൾ ഒരാൾക്ക് നമ്മൾ ബ്ലഡ് കൊടുക്കുമ്പോൾ നമുക്കറിയാം ഓരോരുത്തർക്കുടെ ബ്ലഡ് ഗ്രൂപ്പ് അറിയാലോ. അപ്പൊ എന്റെ ആന്റിജൻ ഉള്ള ഗ്രൂപ്പിന് മാത്രമേ എനിക്ക് ബ്ലഡ് കൊടുക്കാൻ കഴിയുള്ളൂ. ക്ലിയർ ആയില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ഗ്രൂപ്പ് A ആണ്, A പോസിറ്റീവാന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ആർക്ക് ബ്ലഡ് കൊടുക്കാൻ പറ്റുള്ളൂ? എന്റെ ആന്റിജൻ. അപ്പൊ ഗ്രൂപ്പ് എയുടെ ആന്റിജൻ ഏതാ? ആന്റിജൻ ഏതാ? A ആണ് അല്ലെ? ഗ്രൂപ്പ് A എന്ന് പറഞ്ഞ A ഗ്രൂപ്പുകാർക്കുടെ ആന്റിജൻ A ആണ്. അപ്പൊ എനിക്ക് ബ്ലഡ് കൊടുക്കണമെങ്കിൽ എന്റെ അതേ ആന്റിജൻ ഉള്ളവർക്ക് മാത്രമേ ബ്ലഡ് കൊടുക്കാൻ കഴിയുള്ളൂ. മനസ്സിലായോ? അപ്പൊ എനിക്ക് ആർക്കൊക്കെ, അപ്പൊ നിങ്ങൾ ഫസ്റ്റ് കോളത്തില് ഒന്ന് നോക്കിയേ. അപ്പൊ നമുക്ക് A ഗ്രൂപ്പ് ആണ്, ഫസ്റ്റ് A ഗ്രൂപ്പ് ആണ്, ആന്റിജൻ A ആണ്. അപ്പൊ അവർക്ക് ആർക്കൊക്കെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും? അതേ ആന്റിജൻ ഉള്ളത്. ആന്റിജൻ A ഉള്ള ഗ്രൂപ്പ് ഏതാന്ന് നോക്കിയേ. ഏതൊക്കെ ഗ്രൂപ്പിനാണ് ആന്റിജൻ A ഉള്ളത്? നിമിഷ, ഏത് ഗ്രൂപ്പിനാണ് ആന്റിജൻ A വരുന്നത്? A ഗ്രൂപ്പിന്. A ഗ്രൂപ്പ്. അപ്പൊ എനിക്ക് A ഗ്രൂപ്പിന് ബ്ലഡ് കൊടുക്കാലോ അല്ലെ? എന്റെ അതേ സെയിം ഗ്രൂപ്പുകാർക്ക് എനിക്ക് ബ്ലഡ് കൊടുക്കാൻ പറ്റും. ഓക്കെ. ഇനി ഏത് ഗ്രൂപ്പിലാണ് ആന്റിജൻ ഉള്ളത് നോക്കി? ആന്റിജൻ A ഉള്ളത് AB. അപ്പൊ എനിക്ക് ആർക്കൊക്കെ, അതായത് A ഗ്രൂപ്പ് ഉള്ളവർക്ക് ആർക്കൊക്കെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും? A ഗ്രൂപ്പിനും കൊടുക്കാം, AB ഗ്രൂപ്പിനും കൊടുക്കാം. ഓക്കെ. ക്ലിയർ ആണോ? അത് ക്ലിയർ അല്ലേ? വേറെ ഒന്നും നമ്മൾ നോക്കണ്ട. നമ്മള് ഒരാൾക്ക് നമ്മൾ ബ്ലഡ് കൊടുക്കുമ്പോൾ നമ്മുടെ ആന്റിജൻ ഉള്ളവർക്ക് മാത്രമേ ബ്ലഡ് കൊടുക്കാൻ കഴിയുള്ളൂ. ആ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോടെ. നമ്മൾ ഒരാൾക്ക് ബ്ലഡ് കൊടുക്കുമ്പോൾ നമ്മുടെ അതേ ആന്റിജൻ ഉള്ളവർക്ക് മാത്രമേ ബ്ലഡ് കൊടുക്കാൻ കഴിയുള്ളൂ. ക്ലിയർ അല്ലേ?
ക്ലിയർ ആണോ? ക്ലിയർ ആണ് മിസ്സേ. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിയേ, ബി ഗ്രൂപ്പ് നോക്കട്ടോ. ഗ്രൂപ്പ് ബി ആണ്. അപ്പൊ അവരുടെ ആന്റിജൻ ഏതായിരുന്നു? ആന്റിജൻ ഏതായിരുന്നു? ബി ആണ്. അപ്പൊ അവർക്ക് ആർക്കൊക്കെ ബ്ലഡ് കൊടുക്കാൻ പറ്റും, ഡൊണേറ്റ് ചെയ്യാൻ പറ്റും? അപ്പൊ നോക്കിയേ, നമ്മുടെ അതേ ആന്റിജനുള്ള ഗ്രൂപ്പ് നോക്കാം. ആർക്കൊക്കെ കൊടുക്കാൻ പറ്റും? ബിക്ക് കൊടുക്കാം, എ ബിക്കും കൊടുക്കാം. ഓക്കെ, വെരി ഗുഡ്. ബിക്കും കൊടുക്കാം, അവർക്ക് എ ബിക്കും കൊടുക്കാം. ഓക്കെ, പറയാം മിസ്സേ. ആ ഓക്കെ, ഒന്നുകൂടെ പറയാലോ. ഇപ്പൊ ജോയിൻ ചെയ്തോളോ? അതെ അതെ ജോയിൻ ചെയ്തേ ഉള്ളൂ. ഷീബി അല്ലേ? അതെ. ഓക്കെ ഓക്കെ. നമ്മളപ്പോ ഇന്നലെ ക്ലാസ്സിൽ നമ്മൾ ആ ടേബിൾ ആയിരുന്നു എഴുതി നിർത്തിയത് അല്ലെ? ടേബിളിന്റെ 2 കോളം, 2 അല്ല 3 കോളം നമ്മൾ ഫിനിഷ് ചെയ്തായിരുന്നു. ഗ്രൂപ്പ്, ഫസ്റ്റ് ഗ്രൂപ്പ് എന്നുള്ളത്, സെക്കൻഡ് ആന്റിജൻ എന്നുള്ള കോളം ആന്റിബോഡി. അത്രയല്ലേ നമ്മൾ ഇന്നലെ എഴുതി നിർത്തിയിരുന്നത്? ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് കോളത്തിലേക്ക് വരികയാണ്. നെക്സ്റ്റ് കോളം എന്ന് പറഞ്ഞാൽ ഡോണേഴ്സ്. നമുക്ക് ആർക്കൊക്കെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും, അതാണ് അവിടെ ആ കോളത്തിൽ നമ്മൾ എഴുതേണ്ടത്. ആർക്കൊക്കെയാണ് നമുക്ക് ഓരോ ഗ്രൂപ്പുകാർക്കും 4 ബ്ലഡ് ഗ്രൂപ്പ് നമ്മൾ പറഞ്ഞു, എ ബി ഒ അല്ലെ? ആ 4 ഗ്രൂപ്പുകാർക്കും ആർക്കൊക്കെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം, അതാണ് നെക്സ്റ്റ് കോളത്തിൽ വരുന്നത്. അതിന് മുന്നേ നമ്മൾ ഒരു പോയിന്റ് നോട്ട് ചെയ്യണം. നമുക്ക് ഒരാൾക്ക് നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യണമെങ്കിൽ, കൊടുക്കണമെങ്കിൽ, നമ്മുടെ ആന്റിജനുള്ള അതേ ഗ്രൂപ്പിന് മാത്രമേ കൊടുക്കാൻ കഴിയുള്ളൂ. നമ്മുടെ സെയിം ആന്റിജൻ ഉള്ളവർക്ക് മാത്രമേ ബ്ലഡ് കൊടുക്കാൻ കഴിയുള്ളൂ. അത് നോട്ട് ചെയ്ത് വെച്ച അവിടെ, നമ്മുടെ സെയിം ആന്റിജൻ ഉള്ളവർക്ക് മാത്രമേ ബ്ലഡ് കൊടുക്കാൻ കഴിയുള്ളൂ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നോക്കിയേ, നമ്മൾ ഗ്രൂപ്പ് എ ഫസ്റ്റ് നമ്മൾ എഴുതിയത് എ ഗ്രൂപ്പുകാർക്കുടെ കാര്യം പറയുന്നത്. എ ആണ് ഗ്രൂപ്പ് എ. അപ്പൊ നമ്മൾ പെട്ടെന്ന് നോക്കുക, അവർക്കുടെ ആന്റിജൻ ഏതാണ്? ഏതാണ് ആന്റിജൻ? ആന്റിജൻ ഏതാണ് അവർക്കുടെ? എ ഗ്രൂപ്പിന്റെ ആന്റിജൻ ഏതാ? എ. ആന്റിജൻ എ. ആന്റിജൻ എ ആണ്. അപ്പൊ ആർക്കൊക്കെ അവർക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം? അവർക്കുടെ അതേ ആന്റിജൻ ഉള്ളവർക്ക് അല്ലെ? എ എന്ന് പറഞ്ഞ ആന്റിജൻ എ ഉള്ള ഗ്രൂപ്പിന് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ, ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ നോക്കണം, ആന്റിജൻ എ ഉള്ള ഗ്രൂപ്പ് ഏതാണ്? ഏതൊക്കെ ഗ്രൂപ്പിനാണ് ആന്റിജൻ എ ഉള്ളത്? ആന്റിജൻ എ ഉള്ള ഗ്രൂപ്പ് ആ കോളത്തിലേക്ക് നോക്ക്. ഏതൊക്കെ ഗ്രൂപ്പിനാണ് ആന്റിജൻ എ ഉള്ളത്? എ ഗ്രൂപ്പിനുണ്ട്. പിന്നെ ഏതാ ആന്റിജൻ എ ഉള്ള ഗ്രൂപ്പ്? ഏതാ ഷീബ? അടുത്തത് ഏതാ? ഏത് ഗ്രൂപ്പിന് ആന്റിജൻ എ വരുന്നേ? എ ബി ഗ്രൂപ്പിനും ആന്റിജൻ എ ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് അവർക്ക് എ ഗ്രൂപ്പിന് 2 ഗ്രൂപ്പുകാർക്ക് മാത്രമേ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എ ഗ്രൂപ്പിനും കൊടുക്കാം, എ ബി ഗ്രൂപ്പിനും കൊടുക്കാം. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി നെക്സ്റ്റ് നോക്കാം, ബി ഗ്രൂപ്പ് നമ്മൾ പറയുന്നത്. ബി, അപ്പൊ തന്നെ നമ്മൾ നോക്കണം ആന്റിജൻ. ഗ്രൂപ്പ് ബി എന്ന് പറഞ്ഞാൽ സെയിം ആണ്. ആന്റിജൻ ഏതാ? ബി. ആന്റിജൻ ബി അല്ല അവർക്കുള്ളത്. അപ്പൊ ഇനി നോക്കാം, ആർക്കൊക്കെ ബി ഗ്രൂപ്പുകാർക്ക് ആർക്കൊക്കെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം? അവർക്കുടെ സെയിം ആന്റിജൻ നോക്കുക. ഏതൊക്കെ ഗ്രൂപ്പിലാണ് സെയിം ആന്റിജൻ ഉള്ളത്? ബി ഗ്രൂപ്പും എ ബി ഗ്രൂപ്പും. ബി ഗ്രൂപ്പിനും കൊടുക്കാം, എ ബി ഗ്രൂപ്പിനും കൊടുക്കാം. ഓക്കെ, ബി ഗ്രൂപ്പുകാർക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നത് ബി ഗ്രൂപ്പിനും കൊടുക്കാം, എ ബി ഗ്രൂപ്പിനും കൊടുക്കാം. ബി ഗ്രൂപ്പിനും എ ബി ഗ്രൂപ്പിനും കൊടുക്കാം. നെക്സ്റ്റ് നോക്കാം, നമുക്ക് നോക്കാം എ ബി ഗ്രൂപ്പ്. എ ബി ഗ്രൂപ്പ് എന്ന് അപ്പൊ അവിടെ നോക്കാം ആന്റിജൻ ഏതൊക്കെയാണുള്ളത് അവർക്ക്? എ ബി ഗ്രൂപ്പുകാർക്കുടെ ആന്റിജൻ ഏതൊക്കെയുള്ളത്? എയും ഉണ്ട്, ആന്റിജൻ എയും ഉണ്ട്, ആന്റിജൻ ബിയും ഉണ്ട്. അപ്പൊ അവർക്ക് ആർക്കൊക്കെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ 2 ആന്റിജനും ഉണ്ട് അല്ലെ? ആന്റിജൻ എയും ഉണ്ട്, ആന്റിജൻ ബിയും ഉണ്ട്. അവർക്കുടെ സെയിം ആന്റിജൻ ഉള്ളവർക്ക് നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അവർക്ക് സെയിം ആന്റിജൻ ഉള്ള ഗ്രൂപ്പ് ഏതാ? അതെങ്ങനെയാ ഒന്ന് നോക്കിയേ. എ ഗ്രൂപ്പിന് ആന്റിജൻ എ മാത്രല്ലേ ഉള്ളൂ അല്ലേ? ബി ഗ്രൂപ്പിന് ആന്റിജൻ ബി മാത്രല്ലേ ഉള്ളൂ
എ ബി ഗ്രൂപ്പിന് 2 ആന്റിജനും ഇല്ലേ? എയും ആന്റിജൻ എയും ഉണ്ട്, ആന്റിജൻ ബിയും ഉണ്ട്. അപ്പൊ ആ 2 ആന്റിജൻ ഉള്ള ഗ്രൂപ്പിന് മാത്രമല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. ആന്റിജൻ എയും ആന്റിജൻ ബിയും ഉള്ള ഗ്രൂപ്പിന് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ഗ്രൂപ്പ് ഏതാ? ആന്റിജൻ എയും ആന്റിജൻ ബിയും ഉള്ള ഗ്രൂപ്പ് ഏതാ? ആ എ ബി ഗ്രൂപ്പിന് മാത്രമല്ലേ ഉള്ളൂ 2 ആന്റിജൻ ഉള്ളവര് അല്ലേ? അപ്പൊ അവർക്ക് എ ബി ഗ്രൂപ്പുകാർക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നത് എ ബി ഗ്രൂപ്പിന് മാത്രമേ ബ്ലഡ് കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, എ ബി ഗ്രൂപ്പുകാർക്ക് എ ബി ഗ്രൂപ്പിന് മാത്രമേ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, അവിടെ അപ്പൊ കോളത്തിൽ എഴുതുക എ ബി. ഡൊണേറ്റ് ചെയ്യാൻ കഴിയുന്ന ഗ്രൂപ്പാണ് എ ബി ഗ്രൂപ്പിന് മാത്രമേ ഡൊണേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് നോക്കാം ഒ ഗ്രൂപ്പ്. അവർക്ക് ആന്റിജൻ ഉണ്ടോ? ആന്റിജൻ ഇല്ല. ആന്റിജൻ ഉണ്ടോ? ഇല്ല. ഇല്ല, ആന്റിജൻ ഇല്ല. അപ്പൊ ആർക്കൊക്കെ ഡൊണേറ്റ് ചെയ്യാം? അവർക്കൂടെ സെയിം ആന്റിജൻ ഉള്ളവർക്ക് ഡൊണേറ്റ് ചെയ്യാന്നാ നമ്മൾ പറഞ്ഞേ. അപ്പൊ നോക്കിയേ, ഒ ഗ്രൂപ്പുകാർക്ക് ആന്റിജൻ ഇല്ല. അപ്പൊ എന്താണ് അവർക്ക് ആന്റിജൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. അവർക്ക് ആന്റിജൻ ഇല്ലാത്തതുകൊണ്ട് നോക്കണ്ട നമ്മള്. ഒ ഗ്രൂപ്പുകാർക്ക് എല്ലാ ഗ്രൂപ്പുകാർക്കും ബ്ലഡ് കൊടുക്കാൻ പറ്റും. ഓക്കെ, എല്ലാ ഗ്രൂപ്പിനും എക്ക് കൊടുക്കാം, ബി ഗ്രൂപ്പുകാർക്ക് ബ്ലഡ് കൊടുക്കാം, എ ബി ഗ്രൂപ്പുകാർക്ക് കൊടുക്കാം, ഒ ഗ്രൂപ്പുകാർക്ക് കൊടുക്കാം. അപ്പൊ അതുകൊണ്ട് യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്നത് ഒ ഗ്രൂപ്പാണ്. അപ്പൊ അവിടെ എഴുതിയ ഓയുടെ നേരെ ആ കോളത്തിൽ എഴുതിയ എല്ലാവർക്കും കൊടുക്കാം, എല്ലാവർക്കും ഡൊണേറ്റ് ചെയ്യാം, എല്ലാ ഗ്രൂപ്പിനും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം ഒ ഗ്രൂപ്പിന്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് യൂണിവേഴ്സൽ ഡോണർ. ഇൻ വിച്ച് ബ്ലഡ് ഗ്രൂപ്പ് ഈസ് ഡോണേഴ്സ്? യൂണിവേഴ്സൽ ഡോണർ. യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്ന ഗ്രൂപ്പ് ഏതാ? O group. O ഗ്രൂപ്പ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇത് പ്രീവിയസ് ഇയറിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇൻ വിച്ച് ഗ്രൂപ്പ് ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ ഡോണർ? യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്ന ഗ്രൂപ്പ് O ഗ്രൂപ്പ് ആണ്. യൂണിവേഴ്സൽ ഡോണർ, സാർവത്രിക ദാതാക്കൾ. മലയാളത്തില് യൂണിവേഴ്സൽ ഡോണേഴ്സ്, സാർവത്രിക ദാതാക്കൾ എന്നറിയപ്പെടുന്ന ഗ്രൂപ്പാണ് O. കോളം ഫിനിഷ് ആയില്ലേ? ഫിനിഷ് ആയില്ലേ ആ കോളം? നെക്സ്റ്റ് നോക്കാം. നമുക്ക് ഇനി നോക്കേണ്ടത് റെസിപ്പിയന്റ് ആണ്. ആർക്കൊക്കെ ബ്ലഡ്, ആരിൽ നിന്നൊക്കെ ബ്ലഡ് സ്വീകരിക്കാൻ പറ്റും? ഇപ്പൊ എന്റെ ഗ്രൂപ്പ് എ ആണ്, എനിക്ക് ആർക്കിടെയൊക്കെ ബ്ലഡ് വാങ്ങാൻ പറ്റും? അങ്ങനെ നിങ്ങൾ നോക്കുക, ഓരോരുത്തരും അങ്ങനെ നോക്കുക. നമുക്ക് ആരിൽ നിന്നൊക്കെ നമുക്ക് ബ്ലഡ് സ്വീകരിക്കാൻ പറ്റും, അതാണ് റിസീവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, ഇത് റിസീവ് ചെയ്യുമ്പോൾ ഉള്ള കണ്ടീഷൻ എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മൾ ഒരാളിൽ നിന്ന് ബ്ലഡ് വാങ്ങുമ്പോൾ നമ്മുടെ ആന്റിജൻ ഉള്ളവരിൽ നിന്ന് ബ്ലഡ് വാങ്ങാം. അത് നോട്ട് ചെയ്തോ? അതും ഒന്ന് നോട്ട് ചെയ്യണം. ഈ 2 പോയിന്റ് നോട്ട് ചെയ്താൽ പിന്നെ ഫുള്ള് നിങ്ങൾക്ക് ആ ടേബിള് തന്നെ എഴുതാം. നമ്മുടെ സെയിം ആന്റിജൻ ഉള്ള ഗ്രൂപ്പിൽ നിന്ന് നമുക്ക് ബ്ലഡ് റിസീവ് ചെയ്യാം. ഓക്കെ, പിന്നെ ഒരു കണ്ടീഷൻ, ആന്റിജൻ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പും വാങ്ങാം. അപ്പൊ വേറെ പ്രശ്നമൊന്നുമില്ല, ആന്റിജൻ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പിൽ നിന്നും നമുക്ക് വാങ്ങാം, റിസീവ് ചെയ്യാം. നമുക്ക് ഒരാളിൽ നിന്ന് ബ്ലഡ് റിസീവ് ചെയ്യുമ്പോൾ നമ്മുടെ ആന്റിജൻ ഉള്ളവരിൽ നിന്നും ബ്ലഡ് റിസീവ് ചെയ്യാം, അല്ലെങ്കിൽ ആന്റിജൻ ഇല്ലാത്ത ഗ്രൂപ്പിൽ നിന്നും റിസീവ് ചെയ്യാം. ഓക്കെ, ആ 2 പോയിന്റ് ക്ലിയർ അല്ലേ? ഇനി നമ്മുടെ ടേബിളിലേക്ക് വന്നേ. ഇപ്പൊ നോക്കാം, എ ആണ്, എ ഗ്രൂപ്പ് ആണ്. അപ്പൊ എ ഗ്രൂപ്പുകാർക്ക് ആർക്കിടെയൊക്കെ ബ്ലഡ് വാങ്ങാൻ പറ്റും? സെയിം ആന്റിജൻ ഉള്ള ഗ്രൂപ്പ് ഏതാ? റിസീവ് ചെയ്യാം. ഓക്കെ, എ ഗ്രൂപ്പുകാരിൽ നിന്ന് റിസീവ് ചെയ്യാം. പിന്നെ ആന്റിജൻ ഇല്ലാത്ത ഗ്രൂപ്പിൽ നിന്നും റിസീവ് ചെയ്യാം. ആന്റിജൻ ഇല്ലാത്ത ഗ്രൂപ്പ് ഏതാ? O ഗ്രൂപ്പ്. അപ്പൊ എക്കാർക്ക് റിസീവ് ചെയ്യാൻ പറ്റാവുന്ന ബ്ലഡ് ഗ്രൂപ്പാണ് എ, O. എ ഗ്രൂപ്പുകാർക്കുടെയും ബ്ലഡ് റിസീവ് ചെയ്യാം, O ഗ്രൂപ്പിന്റെയും ബ്ലഡ് റിസീവ് ചെയ്യാം. സെയിം ആയിട്ട് നോക്കിയേ, ബി ഗ്രൂപ്പിന്റെ അപ്പൊ എങ്ങനെ വരും? ബി ഗ്രൂപ്പിന്റെ ബിയിൽ നിന്ന് റിസീവ് ചെയ്യാം, ആന്റിജൻ ഇല്ലാത്ത ഗ്രൂപ്പിൽ നിന്ന് റിസീവ് ചെയ്യാം, ഓയിൽ നിന്നും റിസീവ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത് നോക്കി എ ബിക്കാർക്ക് 2 ആന്റിജൻ ഉണ്ട്. ആന്റിജൻ എയും ഉണ്ട്, ആന്റിജൻ ബിയും ഉണ്ട്. അപ്പൊ നമ്മുടെ സെയിം ആന്റിജൻ ഉള്ളവരിൽ നിന്ന് റിസീവ് ചെയ്യാം.
ആന്റിജൻ എ ഉള്ളവരിൽ നിന്നും ആന്റിജൻ ബി ഉള്ളവരിൽ നിന്നും റിസീവ് ചെയ്യാം. പിന്നെ എന്താ ആന്റിജൻ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പിൽ നിന്നും റിസീവ് ചെയ്യാം. അപ്പൊ നോക്കി എ ബിക്കാർക്ക് ആർക്കൊക്കെ ബ്ലഡ് വാങ്ങാൻ പറ്റും? ആരിൽ നിന്നൊക്കെ ബ്ലഡ് വാങ്ങാൻ പറ്റും? എയിൽ നിന്ന് വാങ്ങാലോ. ആന്റിജൻ എ ഉണ്ടല്ലോ, നമ്മുടെ സെയിം ആന്റിജൻ ഉണ്ട്. എ ബിക്കാർക്ക് ആന്റിജൻ എയും ഉണ്ട്, ആന്റിജൻ ബിയും ഉണ്ട്. അപ്പൊ ആന്റിജൻ എ ഉള്ള ബ്ലഡ് ഗ്രൂപ്പ് വാങ്ങാം. ആന്റിജൻ എ ഉള്ള ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എ ഗ്രൂപ്പ് അല്ലെ. എ ഗ്രൂപ്പിൽ നിന്ന് വാങ്ങാം, ബി ഗ്രൂപ്പിൽ നിന്ന് വാങ്ങാം, എ ബി ഗ്രൂപ്പിൽ നിന്ന് വാങ്ങാം. പിന്നെ ഏതാണ് ഒ ഗ്രൂപ്പിൽ നിന്ന്, ഇല്ലാത്ത ഗ്രൂപ്പിൽ നിന്ന് വാങ്ങാം, ഒ ഗ്രൂപ്പിൽ നിന്ന് വാങ്ങാം. അപ്പൊ എല്ലാ ഗ്രൂപ്പുകാർക്കും ബ്ലഡ് സ്വീകരിക്കാൻ പറ്റുന്ന ഗ്രൂപ്പാണ് എ ബി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് എ ബി ഗ്രൂപ്പിനെ യൂണിവേഴ്സൽ റിസിപ്പിയന്റ് എന്ന് പറയുന്നു. നോട്ട് ചെയ്യാം, യൂണിവേഴ്സൽ റിസിപ്പിയന്റ് എ ബി ഗ്രൂപ്പ്. യൂണിവേഴ്സൽ റിസിപ്പിയന്റ് എ ബി ഗ്രൂപ്പ്. എല്ലാവർക്കുടെയും ബ്ലഡ് റിസീവ് ചെയ്യാം. എ ബിക്കാർക്ക് ആരിൽ നിന്ന് വേണമെങ്കിലും ഏത് ഗ്രൂപ്പുകാർക്കുടെയും ബ്ലഡ് സ്വീകരിക്കാം. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സൽ റിസിപ്പിയന്റ് എന്നറിയപ്പെടുന്ന ഗ്രൂപ്പ് എ ബി ഗ്രൂപ്പ് ആണ്. ഓക്കെ, എ ബി ഗ്രൂപ്പ്. നെക്സ്റ്റ് ആണ് ഒ ഗ്രൂപ്പ്. നെക്സ്റ്റ് ഒ ഗ്രൂപ്പ് ആണ്. ഓക്കെ, ഒ ഗ്രൂപ്പ്. ഒ ഗ്രൂപ്പുകാർക്ക് നോക്കിയേ, നമ്മൾ പറഞ്ഞു നമ്മുടെ സെയിം ആന്റിജൻ ഉള്ളവരിൽ നിന്ന് നമുക്ക് ബ്ലഡ് റിസീവ് ചെയ്യാം. ഒ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ആന്റിജൻ ഇല്ല. അപ്പൊ നമുക്ക് റിസീവ് ചെയ്യുമ്പോൾ സെയിം ആന്റിജൻ ഇല്ല. അപ്പൊ അതുകൊണ്ട് ആർക്കിടെ റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ? ഒ ഗ്രൂപ്പിൽ നിന്ന് മാത്രമേ റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഒ ഗ്രൂപ്പുകാർക്ക് ഒ ഗ്രൂപ്പ് ബ്ലഡ് മാത്രമേ, ഒ ഗ്രൂപ്പ് ഉള്ള ബ്ലഡ് അവരിൽ നിന്ന് മാത്രമേ ബ്ലഡ് റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ. ലാസ്റ്റ് കോളത്തില് ഓക്കാർക്ക് റിസീവ് ചെയ്യാൻ പറ്റുന്നത് ഒ ഗ്രൂപ്പ് മാത്രം. ഒ ഗ്രൂപ്പ്. ടേബിള് ഫിനിഷ് ആയില്ലേ? ഓക്കെ, ഇനി ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? കിട്ടാത്തതുണ്ടോ? എല്ലാ കോളവും ഫിനിഷ് ആയില്ലേ? എല്ലാവർക്കും നിമിഷ ഫിനിഷ് ആയോ? ടേബിള് ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും നിങ്ങൾ നോക്കുക. അതിൽ നിന്ന് അപ്പോ നമുക്ക് ഓരോ ഗ്രൂപ്പ് ചോദിക്കാം. ആ ഗ്രൂപ്പിലെ ആന്റിജൻ ഏതാന്ന് ചോദിക്കാം, അതിന്റെ ആന്റിബോഡി ഏതാന്ന് ചോദിക്കാം. പിന്നെ അതിനകത്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ യൂണിവേഴ്സൽ ഡോണേഴ്സ് എന്നറിയപ്പെടുന്ന ഗ്രൂപ്പ് ഒ ഗ്രൂപ്പ്, യൂണിവേഴ്സൽ റിസിപ്പിയന്റ് എന്നറിയപ്പെടുന്ന ഗ്രൂപ്പ് എ ബി ഗ്രൂപ്പ്. ഇത്രയാണ് ആ ടേബിളിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നമ്മുടെ നോട്ടിലേക്ക് ഗ്രൂപ്പില്ലേ, ബോംബെ ബ്ലഡ് ഗ്രൂപ്പ് ഇല്ലേ, റയർ ഗ്രൂപ്പ്, അവർക്ക് ഓ സ്വീകരിക്കാൻ പറ്റില്ല. ഓക്കെ, നോക്കി ഒന്ന് ശ്രദ്ധിച്ചേ. ഇവിടെ നമ്മള് ഈ ബ്ലഡ് ബാങ്കിൽ റിസീവ് ചെയ്യുന്ന ടെസ്റ്റുകൾ, ബ്ലഡ് ബാങ്കിൽ ചെയ്യുന്ന ടെസ്റ്റുകളാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. വാട്ട് ടെസ്റ്റ് ആർ ഡൺ ഇൻ ബ്ലഡ് ബാങ്കിങ്, അതാ പറഞ്ഞത്. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ബ്ലഡ് ബാങ്കിൽ ചെയ്യുന്ന ഫസ്റ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് ടൈപ്പ് ആണ്. ഏത് ബ്ലഡ് ടൈപ്പ് ആണ്? അപ്പൊ അത് നമ്മൾ പറഞ്ഞത് 4 ബ്ലഡ് ഗ്രൂപ്പ് എ ബി ഒ. ഇതെല്ലാം ഗ്രൂപ്പ് നിർണ്ണയിക്കുന്നത് പ്രസൻസ് ഓഫ് ആന്റിജൻ, ആന്റിജൻസിന്റെ പ്രസൻസ് കൊണ്ടാണ്. ആന്റിജൻ എ പ്രസന്റ് ആണെങ്കിൽ എ ഗ്രൂപ്പ്, ആന്റിജൻ ബി ആണെങ്കിൽ ബി ഗ്രൂപ്പ്, 2 ആന്റിജനുള്ള ബ്ലഡ് ഗ്രൂപ്പ് എ ബി ഗ്രൂപ്പ്, ആന്റിജൻ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഒ ഗ്രൂപ്പ്. അപ്പൊ നമ്മൾ ബ്ലഡ് ഗ്രൂപ്പ് തിരിക്കുന്നതിന്റെ അടിസ്ഥാനം പ്രസൻസ് ഓഫ് ആന്റിജൻ, ആന്റിജന്റെ പ്രസൻസ് കൊണ്ടാണ് ബ്ലഡ് ഗ്രൂപ്പ് ആയിട്ട് തിരിക്കുന്നത്. 4 ബ്ലഡ് ഗ്രൂപ്പുകൾ, അതിന്റെ ആന്റിജൻ ഏതൊക്കെയാന്ന് പറഞ്ഞു, അതിന്റെ ആന്റിബോഡി ഏതൊക്കെയാന്ന് പറഞ്ഞു, റിസീവ് ചെയ്യാൻ പറ്റുന്നത്, ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് ആ ടേബിൾ നമ്മൾ പറഞ്ഞു. നമ്മൾ എപ്പോഴും ഓർക്കുക, സെയിം ആന്റിജനും സെയിം ആന്റിബോഡി ഒരിക്കലും വരില്ല. അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. സെയിം ആന്റിജനും സെയിം ആന്റിബോഡി വരില്ല, അങ്ങനെ വരാൻ പാടില്ല. ഓക്കെ, നമ്മൾ പറഞ്ഞു ഈ ബ്ലഡ് നമ്മൾ ഡൊണേറ്റ് ചെയ്യുമ്പോൾ ഒരാൾക്ക് എത്ര മാസത്തിനുള്ള സമയത്താണ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ 3 മാസം അല്ലെ. 3 മാസത്തിൽ ഒരിക്കല് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. അത് എത്രയാ? 300 ml ബ്ലഡ് ആണ് ഡൊണേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് എന്താ ലോക രക്തദാന ദിനം, ബ്ലഡ് ഡൊണേഷൻ ഡേ എന്നാന്നറിയോ? അതിനകത്ത് പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. ജൂൺ 14 ആണ്. ജൂൺ 14 ആണ് ലോക രക്തദാന ദിനമായിട്ട് അറിയപ്പെടുന്നത്. ഇനി ബ്ലഡിനെ പറഞ്ഞപ്പോ ബ്ലഡിനെ കുറിച്ചുള്ള പഠനം ഞാൻ പറഞ്ഞോന്നറിയില്ല. ഏതാണ് ബ്ലഡിനെ കുറിച്ചുള്ള പഠനത്തിന്? സ്റ്റഡി ഓഫ് ബ്ലഡ് ഈസ് കോൾഡ്, അറിയോ ആർക്കെങ്കിലും? അറിയോ? ഹെമറ്റോളജി
അതും വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തോട്ടോ. എനിക്ക് ഞാൻ തന്നോ? ഹെമറ്റോളജി പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. സ്റ്റഡി ഓഫ് ബ്ലഡ് ഈസ് കോൾഡ് ഹെമറ്റോളജി. HEMATOLOGY ഹെമറ്റോളജി. HEMATOLOGY ബ്ലഡിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഹെമറ്റോളജി എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി ഇവിടെ നോക്കിയേ, തിരിച്ച് നമ്മുടെ നോട്ടിലേക്ക് നോക്കിയേ. അപ്പൊ നമ്മൾ പറഞ്ഞു ബ്ലഡ് ഗ്രൂപ്പുകളൊക്കെ നമ്മുടെ ക്ലിയർ ആയി കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ആണ് RH ടൈപ്പിംഗ്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞപ്പോ ഓരോ ഗ്രൂപ്പുകാർക്കും അതിന്റെ RH ഫാക്ടർ ഉണ്ട്. പ്രസൻസ് ഓഫ് RH ഫാക്ടർ ഉള്ള ബ്ലഡ് ഗ്രൂപ്പ് പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പും RH ഫാക്ടേഴ്സ് ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പും ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് തന്നെ A പോസിറ്റീവ് ഉണ്ട്, A നെഗറ്റീവ് ഉണ്ട്, B പോസിറ്റീവ് ഉണ്ട്, B നെഗറ്റീവ് ഉണ്ട്, AB പോസിറ്റീവ് ഉണ്ട്, AB നെഗറ്റീവ് ഉണ്ട്, O പോസിറ്റീവ് ഉണ്ട്, O നെഗറ്റീവ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അത് പ്രസൻസ് ഓഫ് RH ഫാക്ടറിന്റെ പ്രസൻസിലാണ് നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് എന്നുള്ള ഒരു വേരിയേഷൻ വരുന്നത്. ഓക്കെ, രണ്ടാമത്തെ RH ടൈപ്പിംഗ് നോക്കാം. അപ്പൊ ബ്ലഡ് ഗ്രൂപ്പ് മാത്രമല്ല നോക്കുന്നത്, ഗ്രൂപ്പ് നോക്കും, അതിനുശേഷം അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യും. ഇനി നെക്സ്റ്റ് നോക്കാം, മൂന്നാമത്തെ വരുന്ന സ്ക്രീനിങ് ഫോർ എനി ആക്സിഡന്റൽ റെഡ് ബ്ലഡ് സെൽസ് ആന്റിബോഡീസ് ദാറ്റ് മേ കോസ് കോംപ്ലിക്കേഷൻ ഇൻ ദ റെസിപ്പിയന്റ്. ഇനി അടുത്ത് ആ റിസീവ് ചെയ്യുന്ന ആൾക്ക് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാവുന്ന രീതിയിലുള്ള RBC സെൽ ആന്റിബോഡീസ് ഉണ്ടോ എന്നുള്ളതും നോക്കും. ഫോർ എനി ആക്സിഡന്റൽ അപ്രത്യക്ഷമായിട്ടുള്ള റെഡ് ബ്ലഡ് സെൽസ് ആന്റിബോഡീസ് ദാറ്റ് മേ കോസ് കോംപ്ലിക്കേഷൻ ഇൻ ദ റെസിപ്പിയന്റ്, ദാറ്റ് ഈസ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ടെസ്റ്റ്. അതായത് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ടെസ്റ്റ് നോക്കും. പിന്നെ നെക്സ്റ്റ് ഫോർത്ത് വൺ ആണ് സ്ക്രീനിങ് ഫോർ കറന്റ് ഓർ പാസ്റ്റ് ഇൻഫെക്ഷൻ. ആ ഒരു നമ്മളിപ്പോ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യണമെങ്കിൽ ആ ഒരു പേഴ്സണ് പാസ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടോ എന്നുള്ളത് നോക്കും. അതായത് അവർക്ക് വല്ല വിട്ടുമാറാത്ത ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ ബ്ലഡ് സ്വീകരിക്കുന്ന ആളുകൾക്കും ആ സെയിം ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പാസ്റ്റ് ഇൻഫെക്ഷൻ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതും ചെക്ക് ചെയ്യും. അത് ഏതൊക്കെയാണ്? ദാറ്റ് ഇൻക്ലൂഡ്സ് ഹെപ്പറ്റൈറ്റിസ് വൈറസ് B and C. ഹെപ്പറ്റൈറ്റിസ് B and C. പിന്നെ രണ്ടാമത്തെ ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് HIV. HIV കേട്ടിട്ടില്ലേ? HIV, AIDS, HIV ഉണ്ടോ എന്നുള്ളത് നോക്കും. പിന്നെ അടുത്ത മൂന്നാമത്തെയാണ് ട്രിപ്പോണിമ പാലിഡം. അത് സിഫിലസ്. ട്രിപ്പോണിമ പാലിഡം എന്ന് പറഞ്ഞൊരു ബാക്ടീരിയ ആണ്. അത് സിഫിലസിന് കാരണമാകുന്ന ഒരു ബാക്ടീരിയ ആണ്. അപ്പൊ ഈ ബാക്ടീരിയയുടെ പ്രസൻസ് ഉണ്ടോ എന്നുള്ളത് നോക്കും. ഓക്കെ, സിഫിലസ് എന്ന് പറഞ്ഞാൽ എന്താ മലയാളത്തിലെ പറങ്കിപ്പുണ്ണെന്ന് പറയും. ഒരു ബാക്ടീരിയൽ ഡിസീസ് ആണ്, ഇൻഫെക്ഷൻ ആണ്, കോസ്ഡ് ബൈ ദ ബാക്ടീരിയ ട്രിപ്പോണിമ പാലിഡം. ട്രിപ്പോണിമ പാലിഡം എന്ന് പറഞ്ഞ ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന ഒരു ഡിസീസ് ആണ് സിഫിലസ്. അപ്പൊ ഇത്രയും ഇൻഫെക്ഷൻസ് ഉണ്ടോ എന്ന് നോക്കും. ഹെപ്പറ്റൈറ്റിസ് കേട്ടിട്ടുണ്ടോ? എന്താ മലയാളം ഹെപ്പറ്റൈറ്റിസ്? മലയാളം മഞ്ഞപ്പിത്തമാണോ? കരൾ വീക്കം. കരളിലുണ്ടാകുന്ന ഒരു ഇൻഫ്ലമേഷൻ ആണ്, ഒരു എന്താ ബൾജിങ് പോലെ വരുന്നത് കേട്ടാ. കരൾ വീക്കം എന്ന് പറയും. കരളിലെ കോശങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു വീക്കത്തിനാണ് നമ്മൾ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്. അത് സാധാരണയായിട്ട് 5 ടൈപ്പ് ഓഫ് ഹെപ്പറ്റൈറ്റിസ് ആണുള്ളത്. ഹെപ്പറ്റൈറ്റിസ് A, ഹെപ്പറ്റൈറ്റിസ് B, ഹെപ്പറ്റൈറ്റിസ് C, ഹെപ്പറ്റൈറ്റിസ് D, ഹെപ്പറ്റൈറ്റിസ് E. അങ്ങനെ കോമൺ ആയിട്ട് 5 ടൈപ്പ് ഓഫ് ഹെപ്പറ്റൈറ്റിസ് വൈറസ് ഉള്ളത് കേട്ടോ. അപ്പൊ അതിനകത്ത് നമ്മള് ഇതിനകത്ത് B-യും C-യും പറഞ്ഞേക്കുന്നത് അതുണ്ടോ എന്നുള്ളത്. എന്നുവെച്ചാൽ ഈ ഹെപ്പറ്റൈറ്റിസ് B-യും C-യും ബോഡി ഫ്ലൂയിഡിൽ കൂടെയാണ് സ്പ്രെഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ ഇത്. മറ്റേതെന്ന് പറഞ്ഞാൽ ഹെപ്പറ്റൈറ്റിസ് A, E ഒക്കെ ഫുഡും കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡും വാട്ടറിൽ കൂടെയൊക്കെ സ്പ്രെഡ് ചെയ്യുന്നതാണ് മറ്റുള്ള ഹെപ്പറ്റൈറ്റിസ് ഒക്കെ. അപ്പൊ അതിനകത്ത് ഹെപ്പറ്റൈറ്റിസ് B-യും C-യും ബോഡി ഫ്ലൂയിഡിൽ കൂടെയാണ് ട്രാൻസ്മിറ്റ് ചെയ്ത് പകരുന്നത്. അതുകൊണ്ട് ഹെപ്പറ്റൈറ്റിസ് വൈറസ് B-യും C-യും ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും. അതൊന്ന് എഴുതി വെച്ചോട്ടോ. ഹെപ്പറ്റൈറ്റിസ് ആ നോട്ടിൽ തന്നെ എഴുതി വെച്ചാൽ മതി. ഹെപ്പറ്റൈറ്റിസ് ഈസ് ആൻ heptasendence.
hepatitis is an inflammation, INFLAMMATION, inflammation of the liver. ലിവറിനുണ്ടാകുന്ന ഒരു ഇൻഫ്ലമേഷൻ, ഒരു വയറ്റിക്ക് പോലെ ഇതാവുന്നതാണ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്. കരൾ വീക്കം എന്ന് പറയും മലയാളത്തില്, കരൾ വീക്കം. ഹെപ്പറ്റൈറ്റിസ് ഈസ് ആൻ ഇൻഫ്ലമേഷൻ ഇൻ ദ ലിവർ. നമ്മള് 5 ടൈപ്പ് ഓഫ് ഹെപ്പറ്റൈറ്റിസ് ഉണ്ടെന്ന് പറഞ്ഞു. അതില് ബിയും സിയും, ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും ബോഡി ഫ്ലൂയിഡിൽ കൂടിയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ പ്രസൻസ് ഉണ്ടോ എന്ന് നോക്കും. ബ്ലഡില് ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും വൈറസ് ഉണ്ടോ എന്നുള്ളത് നോക്കും. പിന്നെ രണ്ടാമത്തെയാണ് നമ്മൾ പറഞ്ഞു ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്, HIV വൈറസ്. അത് എന്തിന് കാരണമാകുന്ന വൈറസ് HIV? പിന്നെ ബാലൻസ് ഏതാ സാറേ മിസ് ഹെപ്പറ്റൈറ്റിസ് ഉള്ള? ബാലൻസ് നമ്മള് എയും സിയും ഇയും. 5 സാധാരണയായിട്ട് കോമൺ ആയിട്ട് 5 ടൈപ്പ് ഓഫ് ഹെപ്പറ്റൈറ്റിസ് ഉള്ളത്. അതിൽ ബിയും സിയും ബോഡി ഫ്ലൂയിഡിൽ കൂടെ, ബാക്കി ഫുഡ് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡും വാട്ടറിൽ കൂടെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ HIV ആണ്. HIV ഏത് രോഗത്തിന് കാരണമാകുന്ന വൈറസാ? HIV ഏത് രോഗ? HIV വൈറസ് എയ്ഡ്സ്. അറിയില്ലേ? എയ്ഡ്സിന്റെ കാരണമാകുന്ന വൈറസ് ആണ് HIV. ഫസ്റ്റ് ബാച്ചിലെ കുട്ടികൾ ഉണ്ടായിരുന്നല്ലോ ഇതിനകത്ത്, ആരും ഒന്നും മിണ്ടിയില്ല. അത് ഇവർക്ക് ചാൻസ് കൊടുത്തതാണോ? സെക്കൻഡ് ബാച്ചിന് ചാൻസ് കൊടുത്തതാണോ? ആണോ മേഘേ? ആണോ? ഞാൻ പറയുമ്പോഴേക്കും മിസ് പറഞ്ഞു. ഞാനോട് ഇനി സെക്കൻഡ് ബാച്ചുകാർക്ക് ഇനി ചാൻസ് കൊടുത്തില്ല എന്നുള്ളത് വേണ്ടേ? എന്തായാലും നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ പഠിച്ചു പോയതല്ലേ. ഓക്കെ, അപ്പൊ നമ്മള് എന്താ പറയാ, HIV കാരണമാകുന്ന HIV ഒരു വൈറസ്, അത് എയ്ഡ്സിന് കാരണമാകുന്ന വൈറസ് ആണ്. HIV എക്സ്പാൻഡഡ് ഫോം എന്ന് എഴുതിക്കോട്ടോ. ഹ്യൂമൻ HUMAN, ഹ്യൂമൻ ഇമ്മ്യൂണോ IMMUNO ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി DEFICIENCY, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് HIV. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ് HIV വൈറസ്. അത് എയ്ഡ്സിന് കാരണമാകുന്ന വൈറസ് ആണ്. അപ്പൊ ഒരാൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുമ്പോൾ അയാൾക്ക് HIV ഉണ്ട്, HIV വൈറസ് ബ്ലഡിൽ ഉണ്ടെങ്കിൽ ആ ബ്ലഡ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കൊടുക്കുന്ന എല്ലാവർക്കും HIV വരും, എയ്ഡ്സ് വരും. അപ്പൊ അതുകൊണ്ട് അത് പ്രസൻസ് അങ്ങനെ പാസ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടോ എന്നുള്ളതിൽ HIV നോക്കും. പിന്നെ അടുത്ത മൂന്നാമത്തെയാണ് നമ്മൾ പറഞ്ഞത് ട്രിക്കോണിമ പാലിഡം. അത് ഒരു ബാക്ടീരിയ ആണ്. ട്രിക്കോണിമ പാലിഡം. അത് സിഫിലസ് എന്ന് പറഞ്ഞ പറങ്കിപ്പുള്ള സിഫിലസിന് കാരണമാകുന്ന ബാക്ടീരിയ ആണ്. സിഫിലസ് അവിടെ ഒന്ന് എഴുതി വെച്ചോട്ടോ. സിഫിലസ് SYPHILIS. സിഫിലസ് is an infectious 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 bacterial disease. Caused by the bacteria Treponema pallidum. Caused by the bacteria Treponema pallidum. ചോദിക്കും എക്സാമിന്. സിഫിലസ് ഈസ് എ ഡാഷ് ഡിസീസ്. ബ്രാക്കറ്റിലുണ്ടാവും ബാക്ടീരിയ ഡിസീസ്, വൈറൽ ഡിസീസ്, ഫംഗൽ ഡിസീസ്, നൺ ഓഫ് ദ എബോവ്. ഏതാ സിഫിലസ് എന്ന് പറഞ്ഞ ഏത് ഡിസീസാ?
ബാക്ടീരിയ ആണ് സിഫിലിസിന് കാരണമാകുന്ന ട്രിപ്പോണിമ പാലിഡം എന്ന് പറഞ്ഞ ബാക്ടീരിയ ആണ്. ബാക്ടീരിയ ഡിസീസ് ആണ്. HIV എന്ന വൈറൽ ഡിസീസ് ആണ്, വൈറസ് ആണ്. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ് HIV-ക്ക് കാരണമാകുന്നത്. ഓക്കെ, ഹെപ്പറ്റൈറ്റിസ് വൈറസ് ആണ്, ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും. ഓക്കെ, അത് ഏതാണ് നമ്മൾ പറഞ്ഞല്ലോ, ബോഡി ഫ്ലൂയിഡിൽ കൂടെയാണ് സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും ഡിസീസുകൾ പാസ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യും. നെക്സ്റ്റ് ഒരു ചെറിയ ടേബിൾ ആണ്, ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി, വേറെ പ്രത്യേകിച്ച് പറയാനില്ല. അക്കോർഡിംഗ് ടു അമേരിക്കൻ അസോസിയേഷൻ ഓഫ് ബ്ലഡ് ബാങ്ക്, ഡെലിവറി ഓഫ് ദ ബ്ലഡ് ടൈപ്പ് ഇൻക്ലൂഡ് ദ ഫോളോയിങ്. അമേരിക്കൻ അസോസിയേഷൻ ഓഫ് ബ്ലഡ് ബാങ്കിന്റെ ബ്ലഡ് ഡെലിവറി, ബ്ലഡ് ടൈപ്പ് അവിടെ ഡെലിവറി ചെയ്യുന്ന ബ്ലഡ് ടൈപ്പ് പറഞ്ഞേക്കുന്നതാണ്. അതിനകത്ത് ഓരോന്നും ഓരോ ബ്ലഡ് ടൈപ്പും എത്ര പെർസെന്റേജ് ആണെന്നാ പറഞ്ഞേക്കുന്നത്. അതിൽ നിന്നൊന്നും ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അപ്പൊ അതിനകത്ത് RH പോസിറ്റീവ് 39% ആണ് ഡെലിവറി ചെയ്യുന്നത്. പിന്നെ RH B പോസിറ്റീവ് 9%, AB പോസിറ്റീവ് 3%, O നെഗറ്റീവ് 9%, A പോസിറ്റീവ് 31%, A നെഗറ്റീവ് 6%, B നെഗറ്റീവ് 2%, AB നെഗറ്റീവ് 1%. ജസ്റ്റ് അതൊന്ന് ടേബിൾ ഒന്ന് നോക്കിയാൽ മതി. വേറെ അതിൽ നിന്നൊന്നും അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല. എത്ര പെർസെന്റേജ് ആണ് അവിടെ ബ്ലഡ് ഡെലിവറി ചെയ്യുന്നതെന്നുള്ളത് മാത്രമേ തന്നിട്ടുള്ളൂ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ്, ഇന്ന് ഏതെങ്കിലും ഒരെണ്ണം എക്സാമിന് ചോദിക്കും, അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. പിന്നെ നിങ്ങൾ സെക്കൻഡ് ബാച്ചുകാരുമായിട്ട് ഫസ്റ്റ് ബാച്ചുകാരുമായിട്ട് കമ്പൈൻ ചെയ്തുകൊണ്ട് അറിയാൻ പറ്റും. ഒരു എക്സ്പാൻഡഡ് ഫോം എന്തായാലും എക്സാമിന് ഉണ്ടാവും കേട്ടോ. അപ്പൊ ഓരോന്നും നമ്മളിപ്പോ HIV പറഞ്ഞു, എക്സ്പാൻഡ് HIV അല്ലെങ്കിൽ വാട്ട്സ് ദ ഫുൾ ഫോം ഓഫ് HIV, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ എക്സ്പാൻഡഡ് ഫോം ഓരോന്നും നമ്മൾ പഠിക്കുമ്പോൾ അതിനൊപ്പം തന്നെ നിങ്ങൾ പഠിച്ചു പോക്കോ കേട്ടോ. ലാസ്റ്റ് വെക്കണ്ട, ഓരോന്നും പഠിച്ചു വരുമ്പോഴും പഠിക്കുക. ഒരു മാർക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് എക്സാമിനുള്ളത്, എക്സ്പാൻഡഡ് ഫോം ആയിരിക്കും. ഓക്കെ, എക്സാമിന് ഷുവർ ആണ് അത്. ഇനി നെക്സ്റ്റ് നോക്കിയേ, വാട്ട് ആർ ദ കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് ബ്ലഡ്? ബ്ലഡിലുള്ള കമ്പോണൻസ് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂവൻസ് എന്തൊക്കെയാണ്? ഇതും ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കുന്ന ഒരു ഏരിയ തന്നെയാണ് കേട്ടോ. ഇതിന് ഏതെങ്കിലും അതിന് ചോദിക്കും. അപ്പൊ നമ്മുടെ ബ്ലഡില് 4 കമ്പോണൻസ് ആണ് പ്രധാനമായിട്ടുള്ളത്. അത് RBC ഉണ്ട്, പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ട്, WBC വൈറ്റ് ബ്ലഡ് സെൽസ് ഉണ്ട്, പ്ലാസ്മ ഉണ്ട്. ബ്ലഡിലെ കമ്പോണൻസ് ഏതൊക്കെയാ? ഏതൊക്കെ കമ്പോണൻസ് ആ ബ്ലഡിലുള്ള? RBC, WBC, platelets, plasma. ഓക്കെ, അഖില പറഞ്ഞില്ലേ? ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ ഓൺലൈനിൽ കയറിയേക്കുന്ന നിമിഷ സെക്കൻഡ് ബാച്ച് ആണ്, അഖില സെക്കൻഡ് ബാച്ച് അല്ലേ? ഷീബ സെക്കൻഡ് ബാച്ച് ആണ്. പിന്നെ ആരെങ്കിലും ഉണ്ടോ സെക്കൻഡ് ബാച്ചിലുള്ളത്? ഞാൻ സെക്കൻഡ് ബാച്ചാ. ആരാ? റിൻസി സെക്കൻഡ് ബാച്ച് ആണ് അല്ലെ? നിങ്ങൾ 4 പേരാണ് അല്ലെ സെക്കൻഡ് ബാച്ചിലുള്ളത്? നിമിഷ, അഖില, ഷീബ, റിൻസി. ഓക്കെ, ഒന്ന് നോക്കിക്കേ. അപ്പൊ ഏതൊക്കെ ബ്ലഡിലെ കമ്പോണൻസ്? RBC, പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ട്, വൈറ്റ് ബ്ലഡ് സെൽസ് ഉണ്ട്, പ്ലാസ്മ ഉണ്ട്. ബ്ലഡിലെ കമ്പോണൻസ് 4 കമ്പോണൻസ് ഉള്ളത്. Okay, when blood or one of its constituent part is transfused, each component serve many function that include the following. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ പറഞ്ഞായിരുന്നു, എന്നുവെച്ചാൽ ബ്ലഡ് നമ്മൾ ബ്ലഡ് ബാങ്കിൽ നമ്മൾ ബ്ലഡ് കളക്ട് ചെയ്യുമ്പോൾ അത് ഒരൊറ്റ ബാഗിലേക്ക്, ആ ബ്ലഡ് ഫുൾ ഒരു ബാഗിലല്ല സ്റ്റോർ ചെയ്യുന്നത്. അതിലെ ഓരോ കമ്പോണൻസും, ബ്ലഡിലുള്ള ഓരോ കമ്പോണൻസും സെപ്പറേറ്റ് ചെയ്ത് സെൻട്രിഫ്യൂജ് എന്ന് പറഞ്ഞ മെഷീനിലിട്ട് ഓരോ കമ്പോണൻസും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ബ്ലഡ് ബാഗിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പൊ അതായത് RBC ബ്ലഡിലുള്ള RBC ഒരു ഇതിനകത്ത് മാറ്റും, പ്ലേറ്റ്ലെറ്റ്സ് മാറ്റും, വൈറ്റ് ബ്ലഡ് സെൽസ് മാറ്റും, പ്ലാസ്മ മാറ്റും, അങ്ങനെ 4. അപ്പൊ എല്ലാവർക്കും എല്ലാം ഇത് വേണമെന്നില്ല. അപ്പൊ ചിലർക്ക് RBCയുടെ കൗണ്ട് കുറവാണെങ്കിൽ ബ്ലഡില് RBC എന്ന് പറഞ്ഞ കമ്പോണൻസ് മാത്രം കൊടുത്താൽ മതിയാവും. ചിലർക്ക് WBC ആണ് വേണം. എന്താ ഷീബ? അല്ല മിസ്സേ, ഇവിടെ പറഞ്ഞ അറിയാം.
ഓക്കെ, മ്യൂട്ട് ചെയ്ത് വെച്ചോ. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മ്യൂട്ട് മാറ്റിയിട്ട് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരു ഡിസ്റ്റർബൻസ് ആവും. അപ്പൊ നമുക്ക് പറഞ്ഞത്, അപ്പൊ ബ്ലഡിലെ ഓരോ കമ്പോണൻസ് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് അവിടെ ബ്ലഡ് ബാങ്കിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ചിലർക്ക് RBCയുടെ കൗണ്ട് കുറവായിരിക്കും, അപ്പൊ അവർക്ക് RBC മാത്രം ട്രാൻസ്ഫ്യൂസ് ചെയ്താൽ മതിയല്ലോ, എല്ലാ കമ്പോണൻസും വേണ്ട. ചിലർക്ക് WBC ആണെങ്കിൽ ആവശ്യം, ആ WBC മാത്രം ട്രാൻസ്ഫ്യൂസ് ചെയ്യാൻ മതി. ചിലർക്ക് പ്ലാസ്മ ആണെങ്കിൽ പ്ലാസ്മ മാത്രം കൊടുത്താൽ മതി. അപ്പൊ ബ്ലഡിലെ ഓരോ കമ്പോണൻസും ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ബ്ലഡ് ബാഗിൽ അവര് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതിന് ഫസ്റ്റത്തെയാണ് RBC എന്ന് പറയുന്ന റെഡ് ബ്ലഡ് സെൽസ്. RBC റെഡ് ബ്ലഡ് സെൽസ്. അപ്പൊ ഇതിനകത്ത് 3 എണ്ണത്തിന് നിങ്ങൾക്ക് സയന്റിഫിക് നെയിം പഠിക്കാനുണ്ട്. അതിന്റെ 3 പഠിക്കേണ്ടത്, അത് എഴുതി വെച്ചോ. RBC റെഡ് ബ്ലഡ് സെൽസ്, സയന്റിഫിക് നെയിം എറിത്രോസൈറ്റ്. ERY THROCYTES, erythrocytes. Erythrocytes, red blood cells, RBC. സയന്റിഫിക് നെയിം ആണ് എറിത്രോസൈറ്റ്. ഇതിന്റെ ലൈഫ് സ്പാൻ, ജീവിത കാലഘട്ടം എന്ന് പറഞ്ഞാൽ വളരെ കൂടുതൽ ആയുസ്സുള്ളതാണ് RBCക്ക്. 120 ഡേയ്സോളം ആയുസ് ഉണ്ട്. ലൈഫ് സ്പാൻ കൂടുതലുള്ളതാണ് RBC. മലയാളത്തില് അരുണ രക്താണുക്കൾ എന്ന് പറയും. മലയാളത്തില് അരുണ രക്താണുക്കൾ RBC. ഈ ബ്ലഡിലുള്ള ഈ കമ്പോണൻസ് RBCയുടെ ഫംഗ്ഷൻ എന്താ? ദീസ് സെൽസ് ട്രാൻസ്പോർട്ട് ഓക്സിജൻ ടു ദ ടിഷ്യൂ ഇൻ ദ ബോഡി. അപ്പൊ നമ്മുടെ ബോഡിയിലേക്ക് ആവശ്യമുള്ള ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഏതാണ്? RBC ആണ്. ഓക്കെ, RBC ആണ് നമ്മുടെ ബോഡിയിലെ പല ഭാഗത്തേക്കും ഓക്സിജൻ എത്തിച്ചു കൊടുക്കുന്നത്. അപ്പൊ ചോദിക്കൂ, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ബ്ലഡ് സെൽസ് ട്രാൻസ്പോർട്ട് ഓക്സിജൻ ടു ദ ടിഷ്യൂസ് ഇൻ ദ ബോഡി? ഏത് ബ്ലഡ് സെൽസ് ആ ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? RBC. ബ്രാക്കറ്റ് കൊടുക്കും. RBC, WBC, പ്ലേറ്റ്ലെറ്റ്, പ്ലാസ്മ, 4 ഓപ്ഷൻ ഉണ്ടാവും. അത് കറക്റ്റ് എഴുതുക. RBC ആണ് ബ്ലഡ് ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ട്രാൻസ്പോർട്ട് ഓക്സിജൻ ടു ദ ടിഷ്യൂസ് ഇൻ ദ ബോഡി ആൻഡ് കോമൺലി യൂസ്ഡ് ടു ട്രീറ്റ് ഓഫ് അനീമിയ. അനീമിയ എന്ന് പറഞ്ഞ ട്രീറ്റ്മെന്റിനും യൂസ് ചെയ്യുന്നു RBC. ട്രീറ്റ് ഓഫ് അനീമിയ. അനീമിയ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? വിളർച്ച, അനീമിയ. അവിടെ ഒന്ന് എഴുതിക്കോ. ഒന്നിൽ നോട്ടിലേക്ക് എഴുതിയാലും മതി കേട്ടോ. ഒന്ന് ചെറുതായിട്ട് ഹെഡിങ് ഒന്ന് കൊടുക്കുക. കമ്പോണൻസ് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂൻസ് ഓഫ് ബ്ലഡ് എന്ന് എഴുതിയിട്ട് ഒന്നാമത്തെ RBC എന്ന് എഴുതാം. നോട്ടില്, പ്രിന്റഡ് നോട്ടിൽ ഫുള്ള് എഴുതി വെച്ച കുരുകുരാന്നിരിക്കും. അപ്പൊ അതുകൊണ്ട് വേണം ഈ നോട്ടിലേക്ക് എഴുതിയാൽ മതി. നിങ്ങൾ നോട്ടിലൊന്ന് എഴുതി വെച്ചോട്ടോ. ഒന്ന് ഹെഡിങ് കൊടുക്കുക. കോൺസ്റ്റിറ്റ്യൂൻസ് ഓഫ് ബ്ലഡ് അല്ലെങ്കിൽ കമ്പോണൻസ് എന്നാണെങ്കിലും ശരിയാണ്. കമ്പോണൻസ് ഓഫ് ബ്ലഡ് ഫസ്റ്റ് കൊടുക്കുക. RBC റെഡ് ബ്ലഡ് സെൽസ്. ബ്രാക്കറ്റിൽ കൊടുക്കുക റെഡ് ബ്ലഡ് സെൽസ്. ഫംഗ്ഷൻ എന്താ? RBCയുടെ ഫംഗ്ഷൻ എന്താ? ഓക്സിജനെ എത്തിക്കുക, എത്തിച്ചു കൊടുക്കുന്നു അല്ലെ? ബോഡിയുടെ പല ഭാഗത്തേക്ക് ഓക്സിജൻ എത്തിക്കുക. ദീസ് RBC cells transport oxygen to the tissues in the body. എന്താണ് സയന്റിഫിക് നെയിം? എന്താ? എറിത്രോസൈറ്റ്. എറിത്രോസൈറ്റ് എന്നാണ് സയന്റിഫിക് നെയിം. പിന്നെ അടുത്തത് ഞാൻ പറഞ്ഞത് അനീമിയ ആണ്. അതൊന്ന് എഴുതി വെച്ചു. അനീമിയ എന്ന് പറഞ്ഞ വിളർച്ച. എ കണ്ടീഷൻ ചോദിക്കാട്ടോ, ഇതിങ്ങനെ തന്നെ ചോദിക്കുക. കണ്ടീഷൻ ഇൻ വിച്ച് ദ ബ്ലഡ് ഡസന്റ് ഹാവ് ഇനഫ് ഹെൽത്തി RBC. അനീമിയ, ലുക്കീമിയ, സീറോപ്താൽമിയ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഇതൊന്ന് നോട്ട് ചെയ്തോ. അനീമിയ ആണ് നമ്മൾ എഴുതുന്നത്. അനീമിയ. എ കണ്ടീഷൻ CONDITION. എ കണ്ടീഷൻ in which the blood doesn't have enough enough healthy RBC. ആവശ്യത്തിന് RBC ഇല്ലാത്ത കണ്ടീഷനാണ്. അപ്പൊ അനീമിയ ആയിട്ടുള്ള ഒരു പേഷ്യന്റിന് RBC കൊടുത്താൽ മതി. RBC ട്രാൻസ്ഫ്യൂസ് ചെയ്താൽ മതി.
A condition in which the blood doesn't have enough healthy RBC. കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞോ? ആ കണ്ടീഷനാണ് അനീമിയ എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് വൺ ആണ് പ്ലേറ്റ്ലെറ്റ്. പ്ലേറ്റ്ലെറ്റ് പ്ലേറ്റ്ലെറ്റ് PLATELETS പ്ലേറ്റ്ലെറ്റ്സ്. അതിന്റെ സയന്റിഫിക് നെയിം ത്രോംബോസൈറ്റ് എന്നാണ്. THROMBOCYTES thrombocytes. Thrombocytes. THROMBOCYTES thrombocytes. പ്ലേറ്റ്ലെറ്റിന്റെ സയന്റിഫിക് നെയിം ആണ് ത്രോംബോസൈറ്റ്സ് എന്ന് പറയുന്നത്. ഇനി നോക്കി ഇവിടെ ത്രോംബോസൈറ്റ്സ് ഈ അതിന്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ജീവിത ദൈർഘ്യം 7 ദിവസമുള്ളൂ, ആയുസുള്ളൂ ത്രോംബോസൈറ്റ്സിന്റെ. 7 days ആണ് ലൈഫ് സ്പാൻ. പിന്നെ അത് നോക്കി അതിനകത്ത് ഫങ്ഷൻ എന്താ നോക്കിയ പ്ലേറ്റ്ലെറ്റ് എന്താ ചെയ്യുന്നത്? They help the blood to clot and are used to treat leukemia and other forms of cancer. എന്ത് ചെയ്യുന്ന പ്ലേറ്റ്ലെറ്റ്? Helps the blood to clot. ബ്ലഡ് ക്ലോട്ട് ആവാനായിട്ട് സഹായിക്കുന്നു പ്ലേറ്റ്ലെറ്റ്. They help the blood to clot and are used to, അത് ഏതിനാണ്? Treat the leukemia and other forms of cancer. Leukemia എന്ന് പറഞ്ഞാൽ എന്താ? ബ്ലഡ് ക്യാൻസറിനെയാണ് leukemia എന്ന് പറയുന്നത്. It is also called blood cancer. ബ്ലഡ് ക്യാൻസർ ആണ് leukemia. leukemiaയുടെ ട്രീറ്റ്മെന്റിനും പിന്നെ അതുപോലെ തന്നെ ബ്ലഡ് ക്ലോട്ട് ചെയ്യാനും സഹായിക്കുന്നു. blood clot. So which of the following blood cells help the blood to clot? Blood clot ചെയ്യാൻ സഹായിക്കുന്ന blood cell ഏതാ? പ്ലേറ്റ്ലെറ്റ്. ഇതിന്റെ ഒപ്പം പഠിക്കാട്ടോ. ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ബ്ലഡ് സെൽ ആണ് പ്ലേറ്റ്ലെറ്റ്. അതുകൂടാതെ ട്രീറ്റ്മെന്റ് ഓഫ് ലുക്കീമിയ ട്രീറ്റ്മെന്റ്, ലുക്കീമിയ ആൻഡ് അതർ ഫോംസ് ഓഫ് ക്യാൻസർ ട്രീറ്റ്മെന്റിനും പ്ലേറ്റ്ലെറ്റ് യൂസ് ചെയ്യുന്നു. ബ്ലഡ് ക്ലോട്ട് ചെയ്യാനെന്നല്ലേ പറഞ്ഞ? അതെ അതെ. They help the blood to clot. ബ്ലഡ് ക്ലോട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. കൈയൊക്കെ മുറിഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് ക്ലോട്ട് ആവണ്ടേ? നമ്മുടെ ക്ലോട്ട് ആയിക്കോണ്ടേ? അല്ലെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ബ്ലീഡിങ് ഇങ്ങനെ നിർന്നുകൊണ്ടിരിക്കും. നമ്മുടെ കൈയൊക്കെ ഒന്ന് കറക്കി അരിയുമ്പോ കത്തിയോണ്ട് ഒന്ന് ജസ്റ്റ് മുറിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് പെട്ടെന്ന് അവിടുത്തെ ബ്ലഡ് ക്ലോട്ട് ആവൂലേ? തന്നെ ക്ലോട്ട് ആവും. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ബ്ലഡ് ഇങ്ങനെ കണ്ടിന്യൂസ് ഫുള്ള് പോയി കഴിഞ്ഞാലോ? അതുകൊണ്ട് അങ്ങനെ ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സെല്ലാണ്, ബ്ലഡിന്റെ ഒരു കമ്പോണന്റ് ആണ് പ്ലേറ്റ്ലെറ്റ്സ്. They help the blood to clot and used to treat leukemia and other forms of cancer. ഇനി നെക്സ്റ്റ് മൂന്നാമത്തെയാണ് WBC, white blood cells. ഇതെന്താ ചെയ്യുന്നത്? വൈറ്റ് ബ്ലഡ് സെൽ. അതിന്റെ എഴുതാ സയന്റിഫിക് നെയിം എഴുതാ ലൂക്കോസൈറ്റ്. LEUKOCYTES leukocytes. 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 LEUKOCYTES leukocytes. Leukocytes. WBC leukocytes. മലയാളമാണ് ശ്വേതരക്താണുക്കൾ. ശ്വേതരക്താണുക്കൾ. ഓക്കെ ഓക്കെ. White blood cells, these cells help in fighting infection. നമ്മുടെ ഇൻഫെക്ഷനെയൊക്കെ ഫൈറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ബ്ലഡിലെ ഒരു കമ്പോണന്റ് ആണ് WBC, വൈറ്റ് ബ്ലഡ് സെൽസ് എന്ന് പറയുന്നത്. അപ്പൊ അത് നോക്കി. ആൻഡ് ഹെൽപ്പ് അവിടെ ഒരു വാക്ക് വിട്ടുപോയിട്ടുണ്ട്, അതൊന്ന് ചേർക്ക്. ഇമ്മ്യൂൺ എന്ന് എഴുതാം കേട്ടോ. IMMUNE. ആൻഡ് ഹെൽപ്പ് ദ ഇമ്മ്യൂൺ പ്രോസസ്. Help the immune, IMMUNE.
ഇമ്മ്യൂൺ പ്രോസസ്, രോഗപ്രതിരോധ ശേഷി, നമ്മുടെ മനുഷ്യ ശരീരത്തില് രോഗപ്രതിരോധ ശേഷി നൽകുന്ന ഒരു ബ്ലഡ് സെല്ലാണ് WBC. നമുക്ക് കുറച്ച് അസുഖങ്ങളൊക്കെ പെട്ടെന്ന് നമുക്ക് ചെറുത്ത് നിൽക്കാൻ പറ്റുമല്ലോ. നമുക്ക് പെട്ടെന്ന് ഈ പനി അതും ഇതൊക്കെ എപ്പോഴും ചില ആൾക്കാർക്ക് ഇമ്മ്യൂണിറ്റി പവർ കുറവായിരിക്കും, അതുകൊണ്ട് പെട്ടെന്ന് അസുഖം വരും. ചിലർക്ക് അവരുടെ വൈറ്റ് ബ്ലഡ് സെൽസ് വളരെ ആക്റ്റീവ് ആയിരിക്കും, അപ്പൊ അതുകൊണ്ട് തന്നെ അവര് ഇൻഫെക്ഷനൊക്കെ ഫൈറ്റ് ചെയ്യും, അവർക്ക് ഇമ്മ്യൂണിറ്റി പവർ കൂടുതലായിരിക്കും. പെട്ടെന്ന് ചിലര് പറയൂലേ നമ്മൾ പെട്ടെന്ന് അസുഖം പെട്ടെന്ന് വരുമെന്ന്, എന്നാൽ ചിലർക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല, അവർക്ക് ഇമ്മ്യൂണിറ്റി പവർ കൂടുതലായിരിക്കും. അപ്പൊ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ബ്ലഡ് സെല്ലാണ് ഫൈറ്റിംഗ് ഇൻഫെക്ഷൻ. ദി സെൽസ് ഹെൽപ്പിംഗ് ഫൈറ്റിംഗ് ഇൻഫെക്ഷൻ, ഇൻഫെക്ഷനെയൊക്കെ ഫൈറ്റ് ചെയ്ത് നിർത്തുന്ന ബ്ലഡ് സെല്ലാണ് വൈറ്റ് ബ്ലഡ് സെൽ എന്ന് പറയുന്നത്. ഇത് ചോദിക്കാട്ടെ എങ്ങനെ, വിച്ച് സെൽസ് ഹെൽപ്പ് ഇൻ ഫൈറ്റിംഗ് ഇൻഫെക്ഷൻ? WBC. ആൻഡ് ഹെൽപ്പ് ദ ഇമ്മ്യൂൺ പ്രോസസ്, ഇങ്ങനെ ചോദിക്കാം. വിച്ച് സെൽസ് ഹെൽപ്പ് ദ ഇമ്മ്യൂൺ പ്രോസസ്? ഇമ്മ്യൂൺ പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന സെല്ല് WBC ആണ്, വൈറ്റ് ബ്ലഡ് സെൽസ്. സയന്റിഫിക് നെയിം ലൂക്കോസൈറ്റ്സ്. ഇതിന്റെ മൂന്നിന്റെ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. RBCയുടെ എർത്രോസൈറ്റ്, പ്ലേറ്റ്ലെറ്റിന്റെ ത്രോംബോസൈറ്റ്, വൈറ്റ് ബ്ലഡ് സെൽസിന്റെ ലൂക്കോസൈറ്റ്. അത് മൂന്നും സയന്റിഫിക് നെയിമും നോട്ട് ചെയ്യാം. ഇനി ബ്ലഡിലെ ലാസ്റ്റ് കമ്പോണന്റ് ആണ് പ്ലാസ്മ എന്ന് പറയുന്നത്. പ്ലാസ്മ, the watery fluid part of the blood in which the red blood cells, white cells and platelet are suspended. അപ്പൊ നോക്കിയേ, വാട്ടറി ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ദ ബ്ലഡ്, ബ്ലഡിലുള്ള ദ്രാവക ഭാഗം വാട്ടറി ഫ്ലൂയിഡ് പാർട്ട് ആണ്, ബ്ലഡിലുള്ള ദ്രാവക ഭാഗമാണ് ഈ പ്ലാസ്മ എന്ന് പറയുന്നത്. ഈ പ്ലാസ്മയിലാണ് RBC, WBC, പ്ലേറ്റ്ലെറ്റ് ഒക്കെ സസ്പെൻഡ് ചെയ്തേക്കുന്നത്. കാണുന്നത് ഈ പ്ലാസ്മയിലാണ്. Watery fluid part of the blood. ചോദിക്കാം, which is the watery fluid part of the blood? ഏതാ? പ്ലാസ്മ. പ്ലാസ്മയാണ് ദ്രാവക ഭാഗം. ബ്ലഡിലുള്ള ഒഴുകണ്ടേ, ബ്ലഡ് ഫ്ലോ ചെയ്യുന്നതല്ലേ, അപ്പൊ അങ്ങനെ ഒഴുകാൻ സഹായിക്കുന്ന ദ്രാവക ഭാഗമാണ് പ്ലാസ്മ. ഈ പ്ലാസ്മയിലാണ് RBCയും WBCയും പ്ലേറ്റ്ലെറ്റ് ഒക്കെ സസ്പെൻഡ് ചെയ്ത് കാണപ്പെടുന്നത്. ഇനി പ്ലാസ്മ ഈസ് റിക്വയർഡ് ടു Plasma is required the many part of the blood through the blood streams. Blood streams കൂടെ ബ്ലഡ് ഒഴുക്കി കൂടെ എല്ലാ പാർട്ടിലേക്കും പ്ലാസ്മ ക്യാരി ചെയ്യുന്നു. പ്ലാസ്മ പെർഫോം മെനി ഫങ്ഷൻസ് ഇൻക്ലൂഡ് ദ ഫോളോയിങ്. ഇതും ഇമ്പോർട്ടന്റ് ആണ് പ്ലാസ്മയുടെ ഫങ്ഷൻസ്. 3 ഫങ്ഷൻ ആണ് പ്ലാസ്മയുടെ പറയുന്നത്. ഫസ്റ്റ് നോക്കിയേ, ഹെൽപ്പ് ടു മെയിൻറ്റെയിൻ ദ ബ്ലഡ് പ്രഷർ. ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു. അതൊന്നിലേക്ക് ചോദിക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ഫങ്ഷൻസ് ഓഫ് പ്ലാസ്മ. അല്ലെങ്കിൽ ചോദിക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ഫങ്ഷൻസ് ഓഫ് പ്ലാസ്മ. പ്ലാസ്മയുടെ ഫങ്ഷൻസിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏതാണ്, അല്ലെങ്കിൽ പ്ലാസ്മയുടെ ഫങ്ഷൻസിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതാണെന്ന് ചോദിക്കാം. അപ്പൊ പ്ലാസ്മയുടെ 3 ഫങ്ഷനും പഠിച്ചു വെക്കാം. ഹെൽപ്പ് ടു മെയിൻറ്റെയിൻ ദ ബ്ലഡ് പ്രഷർ, ബ്ലഡ് പ്രഷർ ഹെൽപ്പ് വിത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു, സ്ഥിരമായിട്ട് നിലനിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. രണ്ടാമത്തെ, പ്രൊവൈഡ് പ്രോട്ടീൻ ഫോർ ബ്ലഡ് ക്ലോട്ടിംഗ്. ബ്ലഡ് ക്ലോട്ടിങ്ങിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. പ്രൊവൈഡ് ദ പ്രോട്ടീൻ ഫോർ ബ്ലഡ് ക്ലോട്ടിംഗ്. ബ്ലഡ് ക്ലോട്ടിങ്ങിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെ മൂന്നാമത്തെ ഫംഗ്ഷൻ നോക്കിയേ, ബാലൻസ് ദ ലെവൽ ഓഫ് സോഡിയം ആൻഡ് പൊട്ടാസ്യം. സോഡിയം പൊട്ടാസ്യം ലെവല് അത് ബാലൻസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ചിലരിപ്പോ കാണുന്ന ഒരു അസുഖമാണ് സോഡിയം കുറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട്, സോഡിയം കുറഞ്ഞു അല്ലെങ്കിൽ കൂടിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ആ സോഡിയം പൊട്ടാസ്യം ലെവല് ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്നു. ഇത് 3 പ്ലാസ്മയുടെ ഫംഗ്ഷൻ ആണ് കേട്ടോ. ഹെൽപ്പ് ടു മെയിൻറ്റെയിൻ ദ ബ്ലഡ് പ്രഷർ, പ്രൊവൈഡ് ദ പ്രോട്ടീൻ ഫോർ ബ്ലഡ് ക്ലോട്ടിംഗ്, ബാലൻസ് ദ ലെവൽ ഓഫ് സോഡിയം ആൻഡ് പൊട്ടാസ്യം. ഏതൊക്കെയാണ് ഷീബ പ്ലാസ്മയുടെ ഫംഗ്ഷൻസ്? BP കൺട്രോൾ ചെയ്യാനും, ബ്ലഡ് ക്ലോട്ടിങ്ങിന്റെ പ്രോട്ടീനെ പ്രൊവൈഡ് ചെയ്യാനും, പിന്നെ സോഡിയം പൊട്ടാസ്യത്തിന്റെ ലെവൽ ബാലൻസ് ചെയ്യാനും, ബ്ലഡ് ക്ലോട്ടിങ്ങിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീന് പ്രൊവൈഡ് ചെയ്യുന്നു. നെക്സ്റ്റ് നിമിഷ, എന്തൊക്കെയാണ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞേ, പ്ലാസ്മയുടെ ഫങ്ഷൻസ്? ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നു, പിന്നെ ബ്ലഡ് ക്ലോട്ടിങ്ങിന് വേണ്ട പ്രോട്ടീൻസ് പ്രൊവൈഡ് ചെയ്യുന്നു, പിന്നെ സോഡിയത്തിന്റെയും പൊട്ടാസ്യത്തിന്റെയും ലെവൽ ബാലൻസ് ചെയ്യുന്നു. പിന്നെ ആരായിരുന്നു? റിൻസി. ബ്ലഡ് പ്രഷറിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ പ്രോട്ടീൻ പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെ സോഡിയത്തിന്റെ പൊട്ടാസ്യത്തിന്റെ ലെവൽ ബാലൻസ് ചെയ്യുന്നു. പിന്നെ ഒരാളും കൂടി ഉണ്ടായിരുന്നല്ലോ, അനുഷയല്ലേ? ചെറ്റൂല.
അനുഷയല്ലേ ഉണ്ടായിരുന്നേ? അനുഷയാണോ? ഓക്കെ, ഇനിയിപ്പോ അപ്പൊ 3 ഫംഗ്ഷൻ ആണ് നമുക്ക് അത് പറഞ്ഞേക്കുന്നത്. അത് 3 ഫംഗ്ഷനും നിങ്ങൾ പഠിക്കുക കേട്ടോ. ഇനി അത് ഒന്ന് വായിച്ചു നോക്കി നിങ്ങൾ അത്രയും. കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് ബ്ലഡ് എന്നുള്ളത് ഇപ്പൊ നമ്മൾ പറഞ്ഞോടത്തോളം വരെ ഒന്ന് വായിച്ചു നോക്കും കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലിയർ അല്ലാത്തതുണ്ടോ? മനസ്സിലാവുന്നില്ലേ ക്ലാസ്സിൽ? കുഴപ്പമില്ലല്ലോ? സ്പീഡ് കൂടുതലൊന്നും അല്ലല്ലോ? സ്പീഡ് കൂടുതലാണോ? ഇല്ല മിസ്സേ, മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, ക്ലിയർ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് അല്ലെങ്കിൽ നോട്ട് ചെയ്യാൻ പറ്റുള്ളെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം. അപ്പൊ നിങ്ങളത് നോട്ട് ചെയ്ത് എന്റെ ഒപ്പത്തിന് തന്നെ പോവുക. മനസ്സിലായില്ലെങ്കിലാണെങ്കിലും ചോദിക്കുക, ക്ലിയർ ആക്കി വെക്കുക. ഓക്കെ, ഞാൻ നേരത്തെ ഒരു ഡൗട്ട് ചോദിച്ചായിരുന്നു, മിസ് കേട്ടില്ല തോന്നുന്നു. എന്നാ പറഞ്ഞോ, എന്താണ് ചോദിച്ചേ? അത് നമ്മൾ ഡൊണേറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞല്ലോ, ബ്ലഡ്. അപ്പൊ ഒരു റെയർ ഗ്രൂപ്പ് ഉണ്ടല്ലോ, ബോംബെ ബ്ലഡ് ഗ്രൂപ്പ്, അവർക്ക് ബ്ലഡ് റിസീവ് ചെയ്യാൻ പറ്റില്ലേ? ഓ ബ്ലഡിന്റെ കാര്യത്തിൽ നമ്മളിപ്പോ പറഞ്ഞില്ലേ, എന്താ പറയാ, ഓൾ ഗ്രൂപ്പുകാർക്ക് റിസീവ് ചെയ്യാൻ പറ്റുന്നത്. അതിനകത്ത് എന്തെന്നാ ഒന്നുകൂടെ ക്ലിയർ ആക്കി പറഞ്ഞേ? ഓ ഗ്രൂപ്പിനെ നമുക്ക് റെസിപ്പിയന്റ് എന്ന് പറഞ്ഞ ഓ ഗ്രൂപ്പ് മാത്രമാണ് റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ല, ഡൊണേറ്റ് ചെയ്യുന്നത് ഗ്രൂപ്പിന്റെ എല്ലാവർക്കും ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. 4 ഗ്രൂപ്പുകാർക്കും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സൽ ഡോണേഴ്സ് എന്നറിയപ്പെടുന്ന ഓ ഗ്രൂപ്പാന്ന് പറഞ്ഞു. ഓ ഗ്രൂപ്പാണ്. ഓക്കെ, നിങ്ങൾക്ക് ആ ടേബിളിൽ നിന്ന് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാം. ഞാൻ പറഞ്ഞല്ലോ, ആന്റിജൻ ഏതാന്ന് ചോദിക്കും, അല്ലെങ്കിൽ അതിന്റെ ആന്റിബോഡി ഏതാന്ന് ചോദിക്കും. പിന്നെ ആർക്കൊക്കെ ഡൊണേറ്റ് ചെയ്യും അങ്ങനെ കണ്ടിട്ടില്ല ക്വസ്റ്റ്യനില്. പിന്നെ ഞാൻ ആ ടേബിൾ ഒന്ന് തന്നു എന്നുള്ളൂ, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാലോ. ഇനിയാണെങ്കിലും നമുക്ക് ഏതൊക്കെ ഗ്രൂപ്പ് നമുക്ക് സ്വീകരിക്കാനും ഡൊണേറ്റ് ചെയ്യാന്ന് ജനറൽ ആയിട്ട് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ആ ടേബിൾ തന്നതാണ്. നമുക്ക് നോട്ടില് ടേബിൾ ഒന്നും ഇല്ല, ഞാനൊരു ടേബിൾ ആക്കി നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ചുകൂടി ഒന്ന് എളുപ്പത്തിന് പറഞ്ഞു തന്നോന്നുള്ളൂ കേട്ടോ. അതിനകത്ത് യൂണിവേഴ്സൽ റെസിപ്പിയന്റ് ഏത് ഗ്രൂപ്പാണ്, അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഡോണേഴ്സ് ഏത് ഗ്രൂപ്പാണ്, ഇത്രയാണ് അതിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. ഇങ്ങനെയാണ് ചോദിച്ചു കണ്ടേക്കുന്നത്. ഓക്കെ, ഇതൊന്ന് വായിച്ചു നോക്കിയ വേഗം. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇതിന് ഏതെങ്കിലും ഒരെണ്ണം ഉറപ്പായിട്ട് ചോദിക്കുന്നത് തന്നെയാണ്. പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് 2-3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ഇത് കണ്ടായിരുന്നു. ഏത് കമ്പോണൻസ് ആണ്, ബ്ലഡിലെ ഏത് കമ്പോണൻസ് ആണെന്നുള്ളത് ചോദിക്കും കേട്ടോ. വായിച്ചു നോക്കിയൊന്ന് വേഗം ഒന്ന് വായിച്ചു നോക്കും. മിസ്, റെഡ് ബ്ലഡ് സെൽസിന്റെ ലൈഫ് സ്പാൻ എത്രയാ പറഞ്ഞേ? RBCയുടെ അല്ലെ, ഫസ്റ്റ് അല്ലേ പറഞ്ഞതല്ലേ, RBC 120 ഡേയ്സ് ആണ്, 120 ദിവസം. ഏറ്റവും കൂടുതൽ ആയുസ് ഉള്ളത് RBCക്കാണ്, റെഡ് ബ്ലഡ് സെൽസിനാണ്. പ്ലേറ്റ്ലെറ്റ്സിന് ഏകദേശം 7 ഡേയ്സോളം വരുള്ളൂ. പിന്നെ WBCയുടെ 10 to 15. അത് കറക്റ്റ് അല്ല, എന്നാലും ഏറ്റവും കൂടുതൽ ലൈഫ് സ്പാൻ ഉള്ളത് RBC ആണ്, 120 ഡേയ്സ്. അയച്ചു കഴിയുമ്പോ ഒന്ന് പറഞ്ഞേക്കണേ.
റെഡി ചെയ്ത് കഴിഞ്ഞോ? കഴിഞ്ഞു മിസ്സേ. ഓക്കെ, ഇനി നെക്സ്റ്റ് എല്ലാവർക്കും കഴിഞ്ഞില്ലേ? കഴിഞ്ഞു മിസ്സേ. ഓക്കെ, നെക്സ്റ്റ് ആണ് ക്രയോ പ്രസിപ്പിറ്റേറ്റ്. AHF അല്ലെങ്കിൽ ആന്റി ഹീമോഫിലിക് ഫാക്ടർ. ക്രയോ പ്രസിപ്പിറ്റേറ്റ്. ക്രയോ പ്രസിപ്പിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ the portion of the plasma that contains clotting factor that help to control bleeding. ഈ പ്ലാസ്മയുടെ ഒരു ഭാഗമാണ് ക്രയോ പ്രസിപ്പിറ്റേറ്റ്. ദ പോർഷൻ ഓഫ് ദ പ്ലാസ്മ ദാറ്റ് കണ്ടെയ്ൻ ക്ലോട്ടിംഗ് ഫാക്ടർ. ക്ലോട്ടിംഗ് ഫാക്ടർ ഉള്ള പ്ലാസ്മയുടെ ഒരു ഭാഗമാണ് ക്രയോ പ്രസിപ്പിറ്റേറ്റ്. ഇത് എന്തിനു സഹായിക്കുന്നു? ദാറ്റ് ഹെൽപ് ടു കൺട്രോൾ ബ്ലീഡിങ്. ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നു. ബ്ലഡ് ക്ലോട്ടായി ആ ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന പ്ലാസ്മയുടെ ഒരു ഭാഗമാണ് ക്രയോ പ്രസിപ്പിറ്റേറ്റ് എന്ന് പറയുന്നത്. അതൊന്നും അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. The portion of the plasma that contains clotting factors that help to control bleeding. The next താഴെ തന്നേക്കുന്ന ആൽബുമിൻ, ഇമ്മ്യൂൺ ഗ്ലോബുലിൻ ആൻഡ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് concentrate may also separated and processed for transfusion. അടുത്ത നെക്സ്റ്റ് ആൽബുമിൻ. ആൽബുമിൻ എന്ന് പറഞ്ഞ ഒരു പ്രോട്ടീൻ ആണ്. ബ്ലഡ് പ്ലാസ്മയിൽ കാണപ്പെടുന്ന ഒരു പ്രോട്ടീൻ ആണ് ആൽബുമിൻ. ആൽബുമിൻ is a protein in our blood plasma. ബ്ലഡ് പ്ലാസ്മയിൽ കാണപ്പെടുന്ന ഒരു പ്രോട്ടീൻ ആണ് ആൽബുമിൻ. നെക്സ്റ്റ് ആണ് ഇമ്മ്യൂൺ ഗ്ലോബുലിൻ. ഇമ്മ്യൂൺ ഗ്ലോബുലിൻ എന്ന് പറഞ്ഞ ഒരു ഗ്ലൈക്കോ പ്രോട്ടീൻ ആണ്. പ്ലാസ്മ സെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഗ്ലൈക്കോ പ്രോട്ടീൻ ആണ് ഗ്ലോബുലിൻ എന്ന് പറയുന്നത്. ഗ്ലോബുലിൻസ് അതിനകത്ത് ആന്റിബോഡീസ് ഒക്കെ ഉണ്ടാക്കും. ദാറ്റ് കണ്ടെയ്ൻ ആന്റിബോഡി ദാറ്റ് മേക്ക് ദ ഇമ്മ്യൂൺ സിസ്റ്റം സ്ട്രോങ്ങർ. അതാണ് ഗ്ലോബുലിൻ. അതൊന്ന് വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തോ കേട്ടോ. ആൽബുമിൻ എന്ന് പറഞ്ഞല്ലോ, ആൽബുമിൻ ഈസ് പ്രോട്ടീൻ. Albumin is protein in our blood plasma. Albumin is protein in our blood plasma. Next, globulin. Globulin എന്ന് പറഞ്ഞ ഒരു ഗ്ലൈക്കോ പ്രോട്ടീൻ ആണ്. GLYCOPROTEINS. Glyco proteins produced by plasma cells. Glycoprotein produced by plasma cells contains 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 antibodies contains antibodies that make your immune system stronger. That make your immune system stronger. Glycoprotein. So globulin is a glycoprotein produced by the plasma cell contain antibodies that make your immune system stronger. Okay, just on the extra next നോക്കുക. ആൻഡ് ക്ലോട്ടിംഗ് ഫാക്ടർ കോൺസെൻട്രേറ്റ് may also separated. അപ്പൊ ഇത് ബ്ലഡിലുള്ള ആൽബുമിനും ഇമ്മ്യൂൺ ഗ്ലോബുലിനും ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഒക്കെ ഓൾസോ ട്രാൻസ്ഫ്യൂഷൻ ഇതിന്റെ സമയത്ത് ഓൾസോ സെപ്പറേറ്റ് ചെയ്യും. ഈ ഒരു കമ്പോണൻസ് ഒക്കെ ബ്ലഡിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് ആണ് വെക്കുന്നത്. ഇനി നെക്സ്റ്റ് ആണ് വാട്ട് ഈസ് മീൻ ബൈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ എഴുതിയായിരുന്നല്ലോ. വാട്ട് ഈസ് ട്രാൻസ്ഫ്യൂഷൻ? The transfusion, the process of transferring blood from one person to another. ഒരു പേഴ്സണിൽ നിന്ന് മറ്റൊരു പേഴ്സണിലേക്ക് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഈസ് ദ പ്രോസസ് in which the blood components are transferred from one person into the bloodstream of another person or
റെസിപ്പിയന്റ്, the person റെസിപ്പിയന്റ്. അപ്പൊ ഡോണറിൽ നിന്ന് റെസിപ്പിയന്റിലേക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന ആ പ്രോസസ്സിനാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. Is the process in which blood components are transferred from one person, അതായത് ഡോണറിൽ നിന്ന് റെസിപ്പിയന്റിലേക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യുന്നു into the bloodstream of another person or recipient. It comes into act especially as a life-saving process for the recipient. ഈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത് ഈ റിസീവ് ചെയ്യുന്നവർക്ക് റെസിപ്പിയന്റിന് ഒരു ലൈഫ് സേവിംഗ് പ്രോസസ് ആണ് അല്ലെ. കറക്റ്റ് സമയത്ത് കറക്റ്റ് മാച്ച് ആയിട്ടുള്ള ബ്ലഡ് കിട്ടുക, അത് കിട്ടിയില്ലെങ്കിൽ അവർക്ക് ഡെത്ത് വരെ, ബ്ലഡ് ബ്ലീഡിങ് കൂടുതലായിട്ട് ഡെത്ത് വരെ സംഭവിക്കാം. അപ്പൊ അതുകൊണ്ട് റിസീവ് ചെയ്യുന്ന റെസിപ്പിയന്റിന് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത് ഒരു ലൈഫ് സേവിംഗ് പ്രോസസ് ആണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ, ബ്ലഡ് അമിതമായിട്ട് ആക്സിഡന്റ് ഒക്കെ പറ്റി ബ്ലഡ് പോയി ആള് സ്പോട്ടിൽ തന്നെ മരിച്ചു എന്നൊക്കെ അല്ലേ, കേട്ടിട്ടില്ലേ? അപ്പൊ നമ്മൾ ആവശ്യമുള്ള സമയത്ത് അല്ലെങ്കിൽ നമുക്ക് ആ റെസിപ്പിയന്റിനെ സംബന്ധിച്ച് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത് ഒരു ലൈഫ് സേവിംഗ് പ്രോസസ് ആണ്. അദ്ദേഹത്തിന്റെ ജീവിതം വരെ നിലനിർത്താനായിട്ട്, ജീവനെ സംരക്ഷിക്കാൻ പറ്റുന്ന ഒരു ഇത് തന്നെയാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. Where there a large loss of blood cells through bleeding or depression of the bone marrow. ഇപ്പൊ നോക്കിയേ എന്താ പറഞ്ഞേക്കുന്നത്, if when there is a large loss of blood through blood cells through bleeding കൂടെ ധാരാളം ബ്ലഡ് ഒക്കെ പോകുകയാണെങ്കിൽ, ബ്ലഡ് ഒക്കെ നഷ്ടപ്പെടുന്നവർക്ക്, ഓർ ഡിപ്രഷൻ ഓഫ് ദ ബോൺ മാരോ, അസ്ഥിമജ്ജയ്ക്ക് ഉണ്ടാകുന്ന ഡിപ്രഷൻ ഒക്കെ മൂലം ബ്ലഡ് അമിതമായിട്ട് പോകുന്നവർക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത് ഒരു ലൈഫ് സേവിംഗ് പ്രോസസ് തന്നെയാണ്. ഓക്കെ, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഈസ് കൺസിഡേർഡ് ആസ് എ നോബിൾ കോസ്. അതുകൊണ്ട് തന്നെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത് ഒരു നോബിൾ കോസ്, മഹത്തായ ഒരു കൃത്യമായിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, so the blood transfusion is considered as a noble cause. Blood transfusion എന്ന് പറയുന്നത് ഒരു മഹത്തായ കൃത്യമായിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, ഇത് നെക്സ്റ്റ് ഒരു പാരഗ്രാഫ് അത് പറഞ്ഞ ബ്ലഡ് ബാങ്ക് സർവീസസ്. ഓക്കെ, ബ്ലഡ് ബാങ്ക് സർവീസസ് ആക്ട് ആസ് എ യൂണിവേഴ്സൽ പോയിന്റ് ആസ് ദേ കളക്ട്. നമ്മൾ പറഞ്ഞല്ലോ ബ്ലഡ് ബാങ്കിൽ നടക്കുന്ന കാര്യങ്ങളാണ്. യൂണിവേഴ്സൽ പോയിന്റ് ആസ് ദേ കളക്ട്, ടെസ്റ്റ് ആൻഡ് സ്റ്റോർ ഓൾ ദ ടൈപ്പ് ഓഫ് ബ്ലഡ്. എല്ലാ ടൈപ്പിലുള്ള ബ്ലഡ് കളക്ട് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് സ്റ്റോർ ചെയ്യുന്ന ഒരു ഇതാണ് ബ്ലഡ് ബാങ്കിന്റെ സർവീസ് എന്ന് പറയുന്നത്. പറയാണ് കളക്ട്, ടെസ്റ്റ് ആൻഡ് സ്റ്റോർ ഓൾ ടൈപ്പ് ഓഫ് ബ്ലഡ്. എല്ലാ ടൈപ്പ് ബ്ലഡും അവിടെ അവൈലബിൾ ആയിരിക്കും അല്ലെ. ബ്ലഡ് ബാങ്കിൽ എല്ലാ ടൈപ്പ് ബ്ലഡും അവൈലബിൾ ആയിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ബ്ലഡ് കളക്ട് ചെയ്ത് പ്രോപ്പർ ആയിട്ട് ടെസ്റ്റ് ചെയ്ത് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ആയിട്ട് സംബന്ധിച്ച പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രോപ്പർ ആയിട്ട് ടെസ്റ്റ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്ന പ്ലേസ് ആണ് ബ്ലഡ് ബാങ്ക്. അങ്ങനെ അതാണ് ബ്ലഡ് ബാങ്കിന്റെ സർവീസുകൾ ചെയ്യുന്നത്, സേവനങ്ങൾ ബ്ലഡ് ബാങ്ക് ചെയ്യുന്നത്. കളക്ട്, ടെസ്റ്റ് ആൻഡ് സ്റ്റോർ ഓൾ ടൈപ്പ് ഓഫ് ബ്ലഡ്സ്. They watchfully screen test the blood for any sign of infection. അപ്പൊ എന്താ നമ്മൾ ടെസ്റ്റിംഗ് ചെയ്യുമ്പോൾ അവര് വളരെ കൃത്യമായിട്ട് നിരീക്ഷിക്കുന്നു. എനി സൈൻ ഓഫ് ഇൻഫെക്ഷൻ, ബ്ലഡിൽ ഒരു ഇൻഫെക്ഷന്റെ ഒരു ചെറിയൊരു കണിക പോലും ഇല്ല എന്നുള്ളത് വളരെ സൂക്ഷ്മതയോടുകൂടി അവര് ടെസ്റ്റിംഗില് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. ഒരു മൈന്യൂട്ട് ആയിട്ട് ഒരു മിസ്റ്റേക്ക് വന്നാൽ മതി, റിസീവ് ചെയ്യുന്ന ആളുകൾക്ക് ഡെത്ത് വരെ സംഭവിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് വാച്ച്ഫുള്ളി സ്ക്രീൻ ടെസ്റ്റ് ദ ബ്ലഡ് ഫോർ എനി സൈൻ ഓഫ് ഇൻഫെക്ഷൻ. ഒരു ഇൻഫെക്ഷന്റെ ഒരു ഇത് പോലും ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്താൻ വളരെ ശ്രദ്ധിച്ച് തന്നെ ടെസ്റ്റ് ചെയ്യുന്നു. ഇനി നോക്കിയേ, എ ബി ഓർ ഓ and where it is a RH negative or RH positive. 4 ബ്ലഡ് ഗ്രൂപ്പ് നമ്മൾ പറഞ്ഞു, A B O. അതുകൂടാതെ ഓരോന്നിനും RH ഫാക്ടേഴ്സ് ഉള്ളത് പോസിറ്റീവ് ബ്ലഡുകള്, RH ഫാക്ടേഴ്സ് ഇല്ലാത്തത് നെഗറ്റീവ് ബ്ലഡുകള്. അപ്പൊ അതിന്റെ ഓരോന്നിനും പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. Compatibility testing is done to find out if a particular unit of blood can be transferred safely into certain patients. അപ്പൊ അതിന് അനുയോജ്യമായിട്ടുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള, ഇപ്പൊ നമ്മൾ കുറെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നത്, സ്വീകരിക്കാൻ പറ്റുന്നത്, ഏതൊക്കെ ഗ്രൂപ്പുകാർക്ക് ഏതൊക്കെ ബ്ലഡ് റിസീവ് ചെയ്യാം, ഏതൊക്കെ ഗ്രൂപ്പുകാർക്ക് ഏതൊക്കെ ഡൊണേറ്റ് ചെയ്യാം എന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പൊ അതൊക്കെ വെച്ചിട്ട് പോസിറ്റീവ് നെഗറ്റീവ് ഉൾപ്പെടെ നോക്കിയിട്ട് ആണ് ബ്ലഡ് വളരെ ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. സേഫ് ആയിട്ട് തന്നെ യൂണിറ്റ് ഓഫ് ബ്ലഡ് ക്യാൻ ബി ട്രാൻസ്ഫർഡ് സേഫ്ലി ഇൻ ടു ദ സർട്ടൻ പേഷ്യന്റ്. അങ്ങനെയാണ് ബ്ലഡ് ബാങ്കിൽ അത് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുന്നത്.
സേഫ് ആയിട്ട് ഒരു ഇൻഫെക്ഷന്റെ ഒരു കണിക പോലും ഇല്ല എന്നുള്ളത് അത്രയും പ്രോപ്പർ മൈന്യൂട്ട് ആയിട്ട് ടെസ്റ്റുകളൊക്കെ നടത്തിയതിനു ശേഷമാണ് അവിടെ ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുന്നത്, ബ്ലഡ് റെസിപ്പിയന്റിന് കൊടുക്കുന്നത്. ഓക്കെ, ഇവിടെ പറഞ്ഞേക്കുന്നത് ഇതൊരൊന്ന് ശ്രദ്ധിച്ചു നോക്കണം. ഓക്കെ, ഇഫ് യുവർ ബ്ലഡ് ടൈപ്പ് ഈസ് O നെഗറ്റീവ്, O നെഗറ്റീവ് ആണെങ്കിൽ നമ്മള് ബ്ലഡ് ഗ്രൂപ്പ് ഓയെ അതിൽ ബ്ലഡ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം വരും. ഓയ്ക്ക് O പോസിറ്റീവ് ഉണ്ട്, O നെഗറ്റീവ് ഉണ്ട് അല്ലേ? എല്ലാ ഗ്രൂപ്പിനും പോസിറ്റീവ് നെഗറ്റീവ് അല്ലേ? ഇല്ലേ? ഉറങ്ങിപ്പോയോ? അനക്കൂലല്ലോ. ഉണ്ട്. അപ്പൊ അത് നോക്കി അങ്ങനെ വിച്ച് ബ്ലഡ് ടൈപ്പ് നോക്കി, ഏത് ബ്ലഡ് ടൈപ്പ് ആണ് നോക്കി? O നെഗറ്റീവ്, യു ആർ യൂണിവേഴ്സൽ ഡോണർ. കണ്ടോ? അപ്പൊ അതിനകത്ത് രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കാം. വിച്ച് ബ്ലഡ് ഗ്രൂപ്പ് ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ ഡോണർ എന്ന് ചോദിക്കാം. വിച്ച് ബ്ലഡ് ടൈപ്പ് ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ ഡോണർ. അപ്പൊ യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്ന ബ്ലഡ് ടൈപ്പ് ഏതാണ്? O നെഗറ്റീവ്. അത് തന്നെ എഴുതാം. ഓന്ന് മാത്രം എഴുതിയാൽ പോരാ, O നെഗറ്റീവ് എന്ന് എഴുതാം. അപ്പോ O നെഗറ്റീവ് ആണ് യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്ന ബ്ലഡ് ടൈപ്പ്. ഓക്കെ, അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. ഇഫ് യുവർ ബ്ലഡ് ടൈപ്പ് ഈസ് O നെഗറ്റീവ്, യു ആർ ദ യൂണിവേഴ്സൽ ഡോണേഴ്സ് who can transfer your blood to almost everyone. And if your blood type is AB positive, AB positive ആണെങ്കിൽ you act as a universal recipient. Universal recipient എന്നറിയപ്പെടുന്ന ഗ്രൂപ്പ് AB ഗ്രൂപ്പ്. ഏത് ടൈപ്പ് ഓഫ് ബ്ലഡ് ആണ് ചോദിക്കുമ്പോൾ AB പോസിറ്റീവ് എന്ന് തന്നെ എഴുതുക. ഓപ്ഷൻസിൽ തരും AB പോസിറ്റീവ്, AB നെഗറ്റീവ്, O പോസിറ്റീവ്, O നെഗറ്റീവ് എന്നൊക്കെ ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പൊ വിച്ച് ബ്ലഡ് ടൈപ്പ് എന്ന് എടുത്ത് ചോദിക്കുമ്പോൾ നമ്മള് ആൻസർ കറക്റ്റ് ആയിട്ട് എഴുതുക AB പോസിറ്റീവ് ആണ്. ഓക്കെ, AB പോസിറ്റീവ് ഈസ് എ യൂണിവേഴ്സൽ recipient. However, any mismatch between the blood type can prove fatal. So blood test may be done carefully. എന്താണ് fatal എന്ന് പറഞ്ഞാൽ കോസിംഗ് ഡെത്ത്. ഇനി എന്തെങ്കിലും മൈന്യൂട്ട് ആയിട്ട് ഒരു മിസ്മാച്ച് വരുവാണെങ്കിൽ എന്തിന് കാരണമാകും? അത് ഡെത്തിന് കാരണമാകും. അതുകൊണ്ട് തന്നെ ബ്ലഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് വളരെ കെയർഫുൾ ആയിട്ട് തന്നെ ചെയ്യണം. മനസ്സിലായോ? അത് വിച്ച് ബ്ലഡ് ടൈപ്പ് ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ ഡോണർ? ഏത് ബ്ലഡ് ടൈപ്പാ? O നെഗറ്റീവ്. നെഗറ്റീവ് എഴുതാട്ടോ. O നെഗറ്റീവ് തന്നെ എഴുതാം. വിച്ച് ബ്ലഡ് ടൈപ്പ് ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ റിസിപ്പിയന്റ്? AB പോസിറ്റീവ്. AB പോസിറ്റീവ്. അപ്പൊ ഇങ്ങനെ നമ്മൾ ഈ എന്തെങ്കിലും ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു മിസ്മാച്ച് വരുവാണെങ്കിൽ ഡോണേഴ്സ് ഡൊണേറ്റ് ചെയ്യുന്നവർക്കിടെയും റിസീവ് ചെയ്യുന്നവരെയും ബ്ലഡ് ഗ്രൂപ്പുകൾ തമ്മിൽ എന്തെങ്കിലും ഒരു ബൈ ചാൻസ് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരുവാണെങ്കിൽ അത് ഡെത്തിന് തന്നെ കാരണമാകും. അതുകൊണ്ട് തന്നെ ബ്ലഡ് ടെസ്റ്റ് മസ്റ്റ് ബി ഡൺ കെയർഫുള്ളി. വളരെ ശ്രദ്ധിച്ച് തന്നെ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യുക. നിങ്ങളുടെ നോട്ട് ഒന്ന് എടുത്തേ. ഇതിനകത്ത് ഒരു കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ. ഇവിടെ നമ്മൾ RH ഫാക്ടേഴ്സിന്റെ എന്ന് പറഞ്ഞല്ലേ, RH പോസിറ്റീവ് ഉണ്ട്, RH നെഗറ്റീവ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കുക, നമ്മള് RH പോസിറ്റീവ് ഏത് ഗ്രൂപ്പ് ആയിക്കോട്ടെ കേട്ടോ, എയോ ബിയോ എബിയോ ഓ ഏത് ഗ്രൂപ്പ് ആണെങ്കിലും RH പോസിറ്റീവ് ബ്ലഡ് ക്യാൻ റിസീവ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ബ്ലഡ്. RH പോസിറ്റീവ് ബ്ലഡിന് ഏതൊക്കെ പോസിറ്റീവ് ബ്ലഡും നെഗറ്റീവ് ബ്ലഡും റിസീവ് ചെയ്യാൻ പറ്റും. നോട്ട് ചെയ്തേ, RH പോസിറ്റീവ് ബ്ലഡ്, RH positive blood can receive positive and negative. Okay, note ചെയ്തോ? RH positive blood can receive positive and negative blood. എഴുതിയില്ലേ? നെക്സ്റ്റ് അതിന്റെ താഴെ എഴുതുക RH നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ്. RH നെഗറ്റീവ് ബ്ലഡ് ആണ് കേട്ടോ. ഇപ്പൊ A നെഗറ്റീവ്, B നെഗറ്റീവ്, AB നെഗറ്റീവ്, O നെഗറ്റീവ് എല്ലാം അതിനകത്ത് വരും. RH നെഗറ്റീവ് ബ്ലഡ്
receive only RH negative blood. Receive only RH negative blood. And difference നിങ്ങൾക്ക് മനസ്സിലായോ? RH പോസിറ്റീവ് ബ്ലഡിനാണെങ്കിൽ പോസിറ്റീവും നെഗറ്റീവും റിസീവ് ചെയ്യാം. RH നെഗറ്റീവിനാണെങ്കിലോ റിസീവ് ഓൺലി നെഗറ്റീവ് ബ്ലഡ് മാത്രമേ ചെയ്യുള്ളൂ. അപ്പൊ നിങ്ങളൊന്ന് എഴുതിക്കേ, എ പോസിറ്റീവിന് ഏതൊക്കെ ബ്ലഡ് ടൈപ്പ് റിസീവ് ചെയ്യാം? എ പോസിറ്റീവാ ഞാൻ പറഞ്ഞത്. എ പോസിറ്റീവിന് ഏതൊക്കെ ബ്ലഡ് റിസീവ് ചെയ്യാം? പോസിറ്റീവും റിസീവ് ചെയ്യാം, നെഗറ്റീവും പറ്റും. അപ്പൊ ഏതൊക്കെ ഇത് റിസീവ് ചെയ്യാൻ പറ്റും? ഏതൊക്കെ ഗ്രൂപ്പിൽ നിന്ന് റിസീവ് ചെയ്യാൻ പറ്റും? എഴുതിക്കേ. എ ബി പോസിറ്റീവ്. വേഗം പറ, ആന്റിച്ചൻ നോക്കിയാ പോരെ ഏതൊക്കെ റിസീവ് ചെയ്യാൻ പറ്റും? എ ബി പോസിറ്റീവ് ആർക്ക് ഏതൊക്കെ ബ്ലഡ് റിസീവ് ചെയ്യാൻ പറ്റും? എ ബിക്കാർക്ക് ആന്റിജൻ ഏതൊക്കെയാ ഉള്ളത് റിസീവ് ചെയ്യുമ്പോഴ്? നമ്മൾ പറഞ്ഞത് ആദ്യം പറഞ്ഞല്ലോ, എയും ഉണ്ട് ആന്റിജൻ ബിയും ഉണ്ട്, രണ്ടുമില്ല. അപ്പൊ രണ്ട് ഗ്രൂപ്പ് ഉള്ളത് റിസീവ് ചെയ്യാൻ പാടില്ലേ? പിന്നെ ആന്റിജൻ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് റിസീവ് ചെയ്യാൻ പാടില്ലേ? അപ്പൊ ഏതൊക്കെ എ ബി പോസിറ്റീവുകാർക്ക് ഏതൊക്കെ ടൈപ്പ് ഓഫ് ബ്ലഡ് റിസീവ് ചെയ്യുന്നേ? വേഗം പറഞ്ഞേ. വേഗം പറഞ്ഞോ, നമുക്ക് തെറ്റാണെങ്കിൽ കറക്റ്റ് ചെയ്യാലോ. പറഞ്ഞോ. എ ബി പോസിറ്റീവുകാർക്ക് ഏതൊക്കെ ഗ്രൂപ്പ് ബ്ലഡ് റിസീവ് ചെയ്യാം? ആരെങ്കിലും ഒരാൾ സ്റ്റാർട്ട് ചെയ്തേ. സ്റ്റാർട്ടിങ് ട്രബിൾ ആണോ? ബാക്കി അപ്പം പിന്നാലെ പോന്നോളൂ. എന്നാ ഷീബ ഓടിക്കോ. ഷീബ ഏതൊക്കെ റിസീവ് ചെയ്യാം? എന്താ മിസ്സേ കേട്ടില്ല എന്ന് പറഞ്ഞേ? എ ബി പോസിറ്റീവ് ബ്ലഡ് അപ്പൊ പറഞ്ഞില്ലേ, അവർക്ക് ഏതൊക്കെ ഗ്രൂപ്പുകാർക്കൂടെ നമുക്ക് റിസീവ് ചെയ്യാന്നാ ഞാൻ ചോദിച്ചേ. റിസീവ് എല്ലാ ഗ്രൂപ്പിന്റെയും റിസീവ് ചെയ്യാം. എല്ലാ ഗ്രൂപ്പ് എന്ന് പറഞ്ഞത് ഏതൊക്കെ വരും എന്ന് പറഞ്ഞേ. അതല്ല ഞാൻ, അപ്പൊ അവിടെ പോസിറ്റീവ് നെഗറ്റീവ് വേണ്ടേ? അതൊന്ന് നോക്കിയേ. ഇപ്പൊ നമ്മളിപ്പോ എഴുതിയല്ലോ, പോസിറ്റീവുകാർക്ക് എല്ലാം എ പോസിറ്റീവ് എ നെഗറ്റീവ്, ബി പോസിറ്റീവ് ബി നെഗറ്റീവ്, ഓ പോസിറ്റീവ് ഓ നെഗറ്റീവ്, എ ബി പോസിറ്റീവ് എ ബി നെഗറ്റീവ്. കണ്ടോ? അപ്പൊ നോക്കിയേ, എല്ലാവർക്കും റിസീവ് ചെയ്യാൻ പറ്റുന്ന ബ്ലഡ് ടൈപ്പ് ഏതാപ്പ? എ ബി പോസിറ്റീവ്. അതാണ് നമ്മളിപ്പോ ആ പ്രിന്റ് നോട്ടിൽ എഴുതിയത്. കണ്ടോ? എ ബി പോസിറ്റീവ് ആക്ട് ആസ് എ യൂണിവേഴ്സൽ റെസിപ്പിയന്റ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, എ ബി നെഗറ്റീവിന് ആർക്കൊക്കെ റിസീവ് ചെയ്യാം? ആർക്കുടെയൊക്കെ ബ്ലഡ് റിസീവ് ചെയ്യാം? എ ബി നെഗറ്റീവ് ആണ്, ശ്രദ്ധിക്കുക. എ ബി നെഗറ്റീവിനാണെങ്കിലോ ആരുടെയൊക്കെ ബ്ലഡ് റിസീവ് ചെയ്യാൻ പറ്റും? എ നെഗറ്റീവ്, എ നെഗറ്റീവ്, ബി നെഗറ്റീവ്, ബി നെഗറ്റീവ്, ഓ നെഗറ്റീവ്, ഓ നെഗറ്റീവ്, എ ബി നെഗറ്റീവ്. അവർക്ക് നെഗറ്റീവ് ബ്ലഡ് മാത്രമല്ല റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ, അവർക്ക് പോസിറ്റീവ് ബ്ലഡ് ഒന്നും സ്വീകരിക്കാൻ പറ്റില്ല. നെഗറ്റീവ് RH നെഗറ്റീവുകാർക്ക് ഇപ്പൊ എ നെഗറ്റീവ് ആണെങ്കിലും ശരി, ഏതാണെങ്കിലും നെഗറ്റീവ് RH നെഗറ്റീവുകാർക്ക് നെഗറ്റീവ് ബ്ലഡ് മാത്രമേ റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ കേട്ടോ, എ ബി പോസിറ്റീവിനാണെങ്കിൽ എല്ലാ ടൈപ്പ് ഓഫ് ബ്ലഡും റിസീവ് ചെയ്യാം. എ ബി നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ബ്ലഡ് മാത്രമേ റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ. റിസീവ് ഓൺലി നെഗറ്റീവ് ബ്ലഡ്. കണ്ടോ? അപ്പൊ അതുകൊണ്ടാണ് എ ബി പോസിറ്റീവ് ബ്ലഡ് ടൈപ്പിനെ യൂണിവേഴ്സൽ റെസിപ്പിയന്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അടുത്തത് വന്നേ നിങ്ങള്. നെക്സ്റ്റ് നമ്മൾ ഡൊണേറ്റ് ചെയ്യുന്ന കാര്യം ഇവിടെ ഒന്ന് എഴുതി വെച്ചേ, നോട്ട് ചെയ്തോട്ടോ. ഓ നെഗറ്റീവ് ബ്ലഡിന് എല്ലാവർക്കും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം. ഓൾ ടൈപ്പ് ഓഫ് ബ്ലഡ് എല്ലാവർക്കും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം. ഓ നെഗറ്റീവിനാണ് കേട്ടോ, എല്ലാവർക്കും ബ്ലഡ് കൊടുക്കാം, ദാനം ചെയ്യാൻ പറ്റും. ഇനി നോക്കിയേ, പോസിറ്റീവുകാർക്കാണെങ്കിൽ
ഓ പോസിറ്റീവ്, അതായത് RH പോസിറ്റീവുകാർക്കാണെങ്കിൽ ക്യാൻ ഗീവ് പോസിറ്റീവ് ഓൺലി, പോസിറ്റീവ് ബ്ലഡ് മാത്രമേ റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ല സോറി, റിസീവ് അല്ല, ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ക്യാൻ ഗീവ് പോസിറ്റീവ് ഓൺലി. അതാ നമ്മളിവിടെ നോക്കേണ്ടത്. ഇവിടെ RH നെഗറ്റീവിനാണെങ്കിൽ എല്ലാവർക്കും കൊടുക്കാൻ പറ്റും. RH നെഗറ്റീവ് ക്യാൻ ഗീവ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. അല്ല മിസ്സേ, RH നെഗറ്റീവിനാണെങ്കിൽ നെഗറ്റീവ് മാത്രമല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ, റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ? പറയുന്നത് ഏതാണ്? ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് പറയുന്നത്. അതാണ് അടുത്ത ടേബിൾ ആക്കി അന്ന് നോട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ നമ്മൾ പറയുന്ന ആർക്കൊക്കെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാന്നാണ്. ഓക്കെ, ആദ്യം റിസീവ് ചെയ്യാന്നുള്ള കാര്യം പറഞ്ഞു, അതിന്റെ നോട്ട് ചെയ്ത് നമ്മൾ അതൊക്കെ കണ്ടുപിടിച്ച് വെച്ചു. ഇനി രണ്ടാമത്തെ ഡൊണേറ്റ് ചെയ്യുന്ന കാര്യം പറയുന്നത്. ഡൊണേറ്റ് ചെയ്യുന്ന കേസിൽ RH നെഗറ്റീവുകാർക്കാണെങ്കിൽ പോസിറ്റീവുകാർക്കും നെഗറ്റീവുകാർക്കും ബ്ലഡ് നൽകാം. ഓക്കെ, ക്യാൻ ഗീവ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. ഇനി അവിടെ RH പോസിറ്റീവ് ആണെങ്കിൽ ക്യാൻ ഗീവ് പോസിറ്റീവ് ഓൺലി, പോസിറ്റീവ് ബ്ലഡ് പോസിറ്റീവുകാർക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. RH പോസിറ്റീവിനാണെങ്കിൽ ക്യാൻ ഗീവ് പോസിറ്റീവ് ഓൺലി. അത് രണ്ടും ഒന്ന് നോട്ട് ചെയ്യണം കേട്ടോ. RH നെഗറ്റീവ് ക്യാൻ ഗീവ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. RH നെഗറ്റീവ് ക്യാൻ ഗീവ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. RH പോസിറ്റീവ് ക്യാൻ ഗീവ് പോസിറ്റീവ് ഓൺലി. അപ്പൊ നോക്കിയേ, ഇവിടെ ഓ പോസിറ്റീവുകാർക്ക് ആർക്കൊക്കെ ബ്ലഡ് നൽകാം? ഗീവ് ആണ് കേട്ടോ നൽകുന്നത്. ആർക്കൊക്കെ ഡൊണേറ്റ് ചെയ്യാം? ഓ പോസിറ്റീവിന് A positive, എ പോസിറ്റീവ്, B positive, ബി പോസിറ്റീവ്, AB positive, AB പോസിറ്റീവ്, O positive. ഓ പോസിറ്റീവ്. അപ്പൊ പോസിറ്റീവുകാർക്ക് മാത്രമല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ? ഓ പോസിറ്റീവുകാർക്ക് അല്ലെങ്കിൽ RH പോസിറ്റീവിന് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ഷീബ മാത്രമാണല്ലോ പറഞ്ഞോളൂ, ബാക്കിയുള്ളവർക്ക് കിട്ടിയില്ലേ? കിട്ടിയോ? കിട്ടി മിസ്സേ, അങ്ങനെ നോട്ട് ചെയ്യായിരുന്നു. ആ ഓക്കെ, അപ്പൊ കിട്ടിയില്ലെങ്കിൽ പറയണം. ഇവിടെ പോസിറ്റീവ് RH പോസിറ്റീവുകാർക്ക് പോസിറ്റീവ് ഗ്രൂപ്പിന് മാത്രമേ ബ്ലഡ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഓ പോസിറ്റീവുകാർക്ക് ആർക്കൊക്കെ കൊടുക്കാം? എ പോസിറ്റീവിന് കൊടുക്കാം, ബി പോസിറ്റീവിന് കൊടുക്കാം, AB പോസിറ്റീവിന് കൊടുക്കാം, O പോസിറ്റീവിന് കൊടുക്കാം. ഇനി നോക്കിയേ, O നെഗറ്റീവുകാർക്ക് ആർക്കൊക്കെ ബ്ലഡ് കൊടുക്കാൻ പറ്റും? O നെഗറ്റീവുകാർക്ക് A positive, A negative, O negative, B negative, AB positive, B negative, O negative, O positive. ഓക്കെ, എ പോസിറ്റീവ്, എ നെഗറ്റീവ്, ബി പോസിറ്റീവ്, ബി നെഗറ്റീവ്, AB പോസിറ്റീവ്, നെഗറ്റീവ്, O പോസിറ്റീവ്, O നെഗറ്റീവ്. കേട്ടോ, എല്ലാവർക്കും ക്യാൻ ഗീവ് ഓൾ ടൈപ്പ് ഓഫ് ബ്ലഡ്, എല്ലാവർക്കും കൊടുക്കാം. അതുകൊണ്ടാണ് നമ്മുടെ പ്രിന്റഡ് നോട്ടിൽ നോക്കിയേ നമ്മൾ പറഞ്ഞത് O നെഗറ്റീവ് ആക്ട് ആസ് യൂണിവേഴ്സൽ ഡോണർ. വിച്ച് ബ്ലഡ് type എടുത്ത് ചോദിക്കുക. which blood type is known as universal donor? O നെഗറ്റീവ് തന്നെ ഇത്. O നെഗറ്റീവ് എല്ലാവർക്കും കൊടുക്കാം. can give all type of blood, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. പോസിറ്റീവിനും നെഗറ്റീവിനും കൊടുക്കാം. അത്രയും ആ നോട്ട് അവിടെ വരെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ചെറിയൊരു കാര്യം കൂടി പറയാം, ഇത് നിർത്താം. അടുത്ത ആർക്കെങ്കിലും ഒരു പാട്ട് പാടാൻ തോന്നുന്നുണ്ടോ? ഇടയ്ക്ക് ഞാൻ ചോദിച്ചായിരുന്നു, കഴിഞ്ഞ ബാച്ചിലൊക്കെ ചോദിച്ചായിരുന്നു, പക്ഷെ ആരും പാടിയൊന്നുമില്ല. അപ്പൊ എന്നോട് പാടാൻ പറഞ്ഞു. ഇവിടെ ആരെങ്കിലും പാട്ടുകാരികളൊക്കെ ഉണ്ടോ? ഈ 1.5 മണിക്കൂർ ക്ലാസ് ആകുമ്പോ ഇടയ്ക്ക് വേണമെങ്കിൽ ഒരു എന്താ പറയാ, നമുക്ക് ഒരു ബോറടി മാറ്റാൻ ഒരു ചെറിയ 2 വരി പാട്ടൊക്കെ പാടാട്ടോ. ചാൻസ് ഉണ്ട്. ആരെങ്കിലും പാടുണ്ടോ? പാട്ട് കേൾക്കും, പാട്ട് പാടത്തില്ല. അതെ, പാട്ട് കേൾക്കും, പാട്ട് പാടത്തില്ല. ആരും പാട്ട് പാടില്ലേ? വീട്ടിൽ പോലും പാടില്ലേ? എല്ലാവർക്കും ചിത്രനെ പോലെയൊക്കെ പാട്ട് പാടാൻ കഴിയണമെന്നില്ലല്ലോ. നമ്മുടേതായ രീതിയിൽ വേണമെങ്കിൽ പാടാട്ടോ, കുഴപ്പമൊന്നുമില്ല. നമ്മൾ മാത്രല്ലേ ഉള്ളൂ. ടെസ്റ്റ് ചെയ്യാൻ ഒരു ചാൻസ് തരാം. ഇപ്പൊ നമ്മുടെ ഉറക്കം വന്നിട്ടോ? ഇല്ല. എഴുതുന്നാലും ഉറക്കം വന്നില്ല അല്ലെ? വിശക്കുന്നുണ്ടോ? ഇല്ല. ഇല്ലേ? അപ്പൊ എനിക്ക് വിശക്കുണ്ടല്ലോ. നിങ്ങൾക്ക് വിശക്കല്ലേ? നിങ്ങൾ ഈ നോമ്പ് പിടിച്ച് ശീലമായത് കൊണ്ടേ, നോമ്പ് 1 മാസം നോമ്പല്ലായിരുന്നോ? ഓ ഓക്കെ ഓക്കെ. ആ അപ്പൊ ഭക്ഷണമൊക്കെ കഴിക്കാതിരുന്നിട്ട് ഇപ്പൊ പ്രശ്നമല്ല അല്ലെ? ആർക്കും വിശക്കല്ലേ? എനിക്ക് ഫുഡാണോ രാവിലെ കഴിച്ചത്? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് വിശക്കാതിരിക്കാൻ? എനിക്ക് വിശക്കുണ്ട്. നിമിഷക്ക് വിശക്കുണ്ടല്ലേ? ഓക്കെ. 1:30 ആവാറായില്ലേ? നിങ്ങളൊക്കെ എങ്ങനെയാ ഷാർപ്പ് 1 മണിക്ക് ഭക്ഷണം കഴിക്കണവരായിരുന്നോ? അല്ല.
അത് നടക്കാറേ ഇല്ല. അല്ല അല്ലേ. ഓക്കെ, നമുക്ക് എന്തായാലും 1:30 വരെ വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ. നമുക്ക് 1:30-ക്കല്ലേ ക്ലാസ്സിൽ എത്താൻ പറ്റുള്ളൂ. അത് കഴിയുമ്പോൾ വേഗം തന്നെ പോയി ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി പരിപാടി ചെയ്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ തന്നെ എല്ലാം റെഡിയാക്കി വെച്ചോ, ഭക്ഷണം വേഗം കഴിച്ചു. ഓക്കെ, എന്താ ആരും പാടുന്നില്ല? നിങ്ങളുടെയൊക്കെ സൗണ്ട് എടുത്ത് പാടണ പോലെ തോന്നുന്നുണ്ടല്ലോ. സൗണ്ടൊക്കെ നല്ല സ്വീറ്റ് വോയിസ് ആണല്ലോ. ഓക്കെ, എന്നാ ആരും പാടുന്നില്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ഒരു ചെറിയൊരു പോർഷൻ കൂടി ഒന്ന് എടുക്കാം. ഓക്കെ, ഇനി എപ്പോഴാണ് നമുക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരുന്നത് എന്നുകൂടി നമുക്ക് നോക്കാം. വെൻ ഈസ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നീഡഡ്? ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് നമുക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരുന്നത്? ഇപ്പൊ ഏതൊക്കെ സമയത്താന്ന് നോക്കിയാൽ ഇൻഡിവിജ്വൽ മേ റിക്വയർ എ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഫോർ വെറൈറ്റി ഓഫ് സം ഓഫ് ദം ആർ. ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരുന്നതെന്നാണ്. ഫസ്റ്റ്, ടു സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ ലോസ്റ്റ് ബ്ലഡ് ആഫ്റ്റർ എ സീരിയസ് ഓർ സർജറി. നമുക്ക് സർജറി ഒക്കെ കഴിയുമ്പോൾ, സീരിയസ് സർജറി ആ സമയത്ത് നമുക്ക് കുറെ ബ്ലഡ് നമ്മുടെ ബോഡിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ആ ബ്ലഡ് മേക്കപ്പ് ചെയ്യണമെങ്കിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വേണം അല്ലെ. ചിലർ സർജറി സമയത്തൊക്കെ ബ്ലഡ് റെഡിയാക്കിക്കോളാൻ പറയും അല്ലെ. ഇപ്പൊ പിന്നെ നേരെ ബ്ലഡ് ബാങ്കിൽ നിന്ന് നമുക്ക് അവിടെ നിന്ന് എടുക്കാം. അല്ലെങ്കിൽ സർജറി ഒക്കെ ചെയ്യുമ്പോൾ ചിലർക്ക് ഭയങ്കരമായിട്ട് ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാവും. അപ്പൊ കുറെ ബ്ലഡ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരാം. പിന്നെ നെക്സ്റ്റ്, ഡൈജസ്റ്റീവ് ട്രാക്ട് ബ്ലീഡിംഗ്. ദഹന സംബന്ധമായിട്ടുള്ള ദഹനനാളത്തിൽ ഉണ്ടാകുന്ന ബ്ലീഡിങ്, ഡൈജസ്റ്റീവ് ട്രാക്റ്റിന് ഉണ്ടാകുന്ന ബ്ലീഡിങ്, ഡൈജസ്റ്റീവ് ട്രാക്ട് ബ്ലീഡിങ്. പിന്നെ നെക്സ്റ്റ് ആണ് ലുക്കീമിയ. ലുക്കീമിയ നമ്മൾ പറഞ്ഞല്ലോ, ലുക്കീമിയ ഈസ് ഓൾസോ കോൾഡ് ബ്ലഡ് ക്യാൻസർ എന്നറിയപ്പെടുന്ന ലുക്കീമിയ. ആ കണ്ടീഷനിലും ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരാം. ബ്ലഡിലൊക്കെ ആണെങ്കിൽ ക്യാൻസർ ബ്ലഡ് മാറ്റി കൊടുക്കൂലേ, അവർക്ക് ആ ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യും ലുക്കീമിയ സ്റ്റേജിലൊക്കെ ആയിട്ട്. പിന്നെ നെക്സ്റ്റ് ആണ് ബ്ലഡ് ക്യാൻസർ ഒക്കെ വന്നവർക്ക് ബ്ലഡ് മാറ്റി വേറെ കയറ്റും. അങ്ങനെ ആ കണ്ടീഷനിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരാം. പിന്നെ ലാക്ക് ഓഫ് ഹെൽത്തി RBC സെൽസ്, റെഡ് ബ്ലഡ് സെൽസ് അഭാവം. RBC കുറവാണെങ്കിൽ, നമ്മുടെ ബ്ലഡില് RBCയുടെ കൗണ്ട് കുറവാണെങ്കിൽ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? RBC ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ലാക്ക് ഓഫ് ഹെൽത്തി RBC സെൽസ്. പിന്നെ റേഡിയേഷൻ ക്യാൻസർ ട്രീറ്റ്മെന്റ് ആയിട്ട് 3 റേഡിയേഷൻ തെറാപ്പി, കീമോതെറാപ്പി, അതർ ഫോംസ് ഓഫ് ക്യാൻസർ ട്രീറ്റ്മെന്റ്. റേഡിയേഷൻ തെറാപ്പി, കീമോതെറാപ്പി മറ്റുള്ള ക്യാൻസർ ട്രീറ്റ്മെന്റിനൊക്കെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരും. പിന്നെ നെക്സ്റ്റ്, ലിവർ പ്രോബ്ലം, കരൾ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വേണ്ടി വരും. ബ്ലഡ് ഡിസോർഡേഴ്സ്, ബ്ലഡിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ഡിസോർഡേഴ്സ്, ഡിസീസ് ഓർ ഡിസോർഡേഴ്സ് ഇൻ ബ്ലഡിൽ എന്തെങ്കിലും ഡിസോർഡേഴ്സോ അല്ലെങ്കിൽ ബ്ലഡിൽ എന്തെങ്കിലും ഡിസീസുകളൊക്കെ ഉണ്ടെങ്കിൽ ആ ബ്ലഡ് മാറ്റി വേറെ ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ ഇത്രയും സിറ്റുവേഷൻസിലാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരുന്നത്. ഒന്നുകൂടി നോക്കിയേ. First one, to substitute for the lost blood after a serious or surgery. Second, digestive tract bleeding. Next, third, leukemia. Fourth one, lack of healthy RBC cells. Next, radiation therapy, chemotherapy or other cancer treatments. Next one, liver problems. And ലാസ്റ്റ് വൺ ആണ് ബ്ലഡ് ഡിസോർഡേഴ്സ്. ഇത്രയും സിറ്റുവേഷൻസിലൊക്കെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരാം. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സിറ്റുവേഷൻസ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഈസ് നീഡഡ്? ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ചാപ്റ്റർ കഴിയുമ്പോൾ സാധാരണ പോലെ തന്നെ ഞാൻ തരാം കേട്ടോ. എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഈ മോക്ക് ടെസ്റ്റിൽ ഇട്ടിട്ടല്ലാതെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസും ഞാൻ ഇപ്പൊ നാളെ ഇനിയിപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എന്തായാലും ഈ ചാപ്റ്റർ കഴിയും. ലാസ്റ്റ് ഒരു ഇതും കൂടെ ഉള്ളൂ, ജോബ് റെസ്പോൺസിബിലിറ്റീസ് കൂടി ഉള്ളൂ കേട്ടോ. അപ്പൊ ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ്, എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ഇവിടെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അതൊന്ന് ആരെങ്കിലും ഒരാൾ ഒന്ന് വായിച്ചേ. ആരാ വായിക്കാം? കൂടി വായിച്ചിട്ട് നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ആരാ വായിക്കാം? അനിഷ വായിക്കോ? ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരുന്നത്? അനിഷ കേൾക്കുന്നില്ലേ? വായിക്കാമോ? അനുഷയുടെ സൗണ്ട് കേൾക്കുന്നില്ല. നെക്സ്റ്റ് വായിക്കോ? വായിക്കാം. To substitute for the lost blood after a serious or surgery, digestive tract bleeding, leukemia, lack of healthy red blood cells,
നെക്സ്റ്റ് radiation therapy, radiation therapy, chemotherapy or chemotherapy or other cancer other treatments. cancer treatment, Next, liver problems, blood blood disorders. disorders. Okay. ഇത്രയും ഇനിയിപ്പോ അടുത്തത് എടുക്കുന്നില്ല. അടുത്ത നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ തുടങ്ങാം. ഓക്കെ. പിന്നെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. പുതിയത് ഇനിയിപ്പോ എന്തായാലും തുടങ്ങിയാലും തീരൂല. Okay, Miss. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് Thank ക്ലാസ് you. ആക്കി എഴുതാം. പിന്നെ എക്സ്ട്രാ കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതാം കേട്ടോ. ഓക്കെ, താങ്ക് യു. എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? എന്താണ് ഷീബ? എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം? നാളെ അത് നിങ്ങൾക്ക് അറിയിക്കും. നോർമൽ സാധാരണ എന്തെങ്കിലും ചേഞ്ച് ജോയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ. ഓക്കെ, താങ്ക് യു. താങ്ക് യു, മിസ്. Okay, thanks.